ഞങ്ങൾ അങ്ങേ യേശുവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ ഇന്നേ ദിവസം നടത്തുന്ന ബൈബിൾ ക്ലാസ്സിനെ കർത്താവ് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നന്ദുപുത്രനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഉന്നതത്തിലുള്ള ജ്ഞാനവും പരിശുദ്ധാത്മാവും നൽകി അങ്ങയുടെ മകനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവിക ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ നേട്ടങ്ങളും അതിനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അറിയുവാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഈശോയെ, ഉന്നതത്തിലുള്ള ജ്ഞാനവും പരിശുദ്ധാത്മാവിനെയും നൽകിയില്ല എങ്കിൽ അങ്ങയുടെ ഹിതം ആരും അറിയുകയില്ല. ദൈവിക ജ്ഞാനം കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കണമേ. അങ്ങയുടെ വചനം കേൾക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ജ്ഞാനം വസിക്കുന്നത് കപടമായ ഹൃദയത്തിലും പാപത്തിനടിമയായ ശരീരത്തിലും ജ്ഞാനം വസിക്കുകയില്ല എന്ന് ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ അങ്ങ് അരുളി ചെയ്യുന്നുണ്ടല്ലോ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തില് ജ്ഞാനം വസിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വചനം പറയുന്ന നന്ദുപുത്രനെ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സകലേശാനിൻ വത്സലസുതനെ തൃക്കൺപാർഗണമേ, ദൈവാത്മാവിൻ വരങ്ങൾ പൂരിതനാക്കണമേ. സകലേശാനിൻ വത്സലസുതനെ തൃക്കൺപാർഗണമേ, ദൈവാത്മാവിൻ വരങ്ങളാൽ പൂരിതനാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റവും സ്നേഹത്തോടെ SSC ഡിവൈൻ മേഴ്സി കൂട്ടായ്മയിലേക്ക് നന്ദുപുത്രനെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, അവിടുത്തെ വചനത്തിന്റെ മുമ്പിൽ ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ ഇരിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് അവിടുന്ന് ദൈവവചനത്തിലൂടെ സംസാരിക്കണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ദൈവവചനം സ്വർഗത്തിൽ നിന്ന് പ്രദാനം ചെയ്യണമേ. കർത്താവെ, ദൈവിക ജ്ഞാനവും അതുപോലെ വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും ദൈവിക ജ്ഞാനം ഞങ്ങളിൽ ആഴത്തിൽ നിറയുവാനും ദൈവമക്കൾക്ക് തുല്യരായിട്ട് വിശുദ്ധിയോടെ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അപ്പോ നമുക്ക് ഒരു ദിവസം കൂടിയും കർത്താവിന്റെ തിരുവചനം കേൾക്കുവാൻ കർത്താവ് നൽകിയ അവസരത്തിന് നന്ദി പറയാം. നമ്മള് ദൈവത്തിന്റെ ജ്ഞാനം അതുപോലെ ലോകത്തിന്റെ വിജ്ഞാനം രണ്ടും രണ്ട് പദങ്ങളാണ്. ഈ രണ്ട് വിഷയത്തെ കുറിച്ച് നമുക്കത് കുറച്ചു നേരം ചിന്തിക്കാം. വളരെ വലിയൊരു ആശയമാണ്. രണ്ടും കൂടെ കുറച്ച് സമയത്തിനുള്ളിൽ തീർക്കാന്ന് പറയുന്നത്. എങ്കിലും ആ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. രണ്ട് വേദഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. ഒന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നും ഒന്ന് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും. ഒന്ന് കൊറിന്തോസ് 2-ാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ അധ്യായം അതിന്റെ 15 വാക്യങ്ങളാണ്. 2-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 15 വാക്യങ്ങളാണ് ഇതിലുള്ളത്. 2-ാമത്തെ അധ്യായത്തിൽ 15 വാക്യങ്ങളാണ് ഉള്ളത്. ഒന്ന് കൊറിന്തോസ് 2-ാമത്തെ അധ്യായത്തിൽ വളരെയധികം കാര്യങ്ങൾ ദൈവിക ജ്ഞാനത്തെക്കുറിച്ചും ലോകത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ചും മാറി മാറി പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ് ഒന്ന് കൊറിന്തോസ് 2-ാമത്തെ അധ്യായം. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. യാക്കോബിന്റെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ അതിന്റെ കുറച്ച് വാക്യങ്ങൾ യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 13 മുതലുള്ള വാക്യത്തിന്റെ ഹെഡിങ് PSC ബൈബിളിൽ യഥാർത്ഥ ജ്ഞാനം എന്നാണ് അതിന്റെ ഹെഡിങ്. 13 മുതൽ അത് അവസാനിക്കുന്നത് 18 വരെ വാക്യങ്ങൾ. ഈ രണ്ട് വേദഭാഗങ്ങളിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കാം. പിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മറ്റു വേദഭാഗങ്ങൾ തരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. കാരണം വളരെയധികം വിശാലമായിട്ടുള്ള ഒരു വിഷയമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. ദൈവത്തിന്റെ ജ്ഞാനം. ദൈവത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇത് രഹസ്യമാണ് എന്നാണ് പറയുന്നത്. ആ വാക്യം ഒന്ന് വായിക്കണേ. ഒന്ന് കൊരിന്തോസ് 2-ാമത്തെ അധ്യായത്തിന്റെ 6-ാം വാക്യം. 6-7 വാക്യം 6-7. എന്നാൽ പക്കമതികളോട് ഞാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷേ ലൗകിക വിജ്ഞാനമല്ല,
ഈ ലോകത്തിന്റെ നശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പേ തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. അപ്പൊ രഹസ്യം എന്നൊരു വാക്കുണ്ട്. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ആദ്യമേ ഈ ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോൾ അത് രഹസ്യമാണ്, മിസ്റ്ററി ആണെന്നാണ് പറയുന്നത്. അപ്പൊ ആർക്കും അത് മനസ്സിലായി കിട്ടാത്തതാണ്. മാത്രമല്ല നിഗൂഢവുമാണ്. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇപ്പൊ രഹസ്യമായിട്ടുള്ളതും നിഗൂഢമായിട്ടുള്ളതും ഇവർക്ക് എങ്ങനെ കിട്ടി? ദൈവം വെളിപ്പെടുത്തി കൊടുത്തു അല്ലെ? അപ്പോസ്തലനായ പൗലോസിനെല്ലാം വെളിപാടുകളിലൂടെയാണ് കിട്ടിയത്. കാരണം എന്താണ് അങ്ങനെ പറയാൻ? പൗലോസ് അപ്പോസ്തലനാണ് ഏറ്റവും വളരെ വൈകി അപ്പോസ്തലന്മാരുടെ കൂടെ വന്നത്. യേശുവിനോട് കൂടെ 3 വർഷം മറ്റ് അപ്പോസ്തലന്മാര് നടന്നപ്പോൾ അതിലൊന്നും പെടാത്ത ഒരാളായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അപ്പൊ പൗലോസിന് എല്ലാ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, റിവീൽ ചെയ്ത് കൊടുക്കായിരുന്നു. എല്ലാ കാര്യങ്ങളും വെളിപാടുകൾ മുഖേനയാണ് അദ്ദേഹത്തിന് ദിവ്യസത്യങ്ങൾ മനസ്സിലായി. നമ്മളത് പുതിയ നിയമത്തിൽ കാണുന്നുണ്ടല്ലോ. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് എനിക്കൊരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു. ധാരാളം വെളിപ്പെടുത്തലുകളായിരുന്നു അപ്പോസ്തലന് കിട്ടി. ഇപ്പൊ ദൈവിക ജ്ഞാനത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താണ്? രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനം എന്നാണ് പറയുന്നത്. അതാണ് 1 കൊരിന്ത്യർ 2:6-7 വാക്യം. പ്രത്യേകിച്ച് 7-ാം വാക്യത്തിൽ രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പോ അപ്പോസ്തലന്മാർ എല്ലാവരും തന്നെ, പ്രത്യേകിച്ച് സെന്റ് പോള് പ്രസംഗിച്ചത് ദൈവിക ജ്ഞാനം. അതിന്റെ പ്രത്യേകത എന്താണ്? രഹസ്യമാണ്, മാത്രമല്ല നിഗൂഢമാണ്. എന്താണ് ആ രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനം? അത് നമുക്ക് മനസ്സിലാക്കണമല്ലോ. അതിനു മുമ്പേ നമുക്ക് വേറെ പലതും ചിന്തിക്കാനുണ്ട്. നമുക്ക് എന്താണ് ആ രഹസ്യവും നിഗൂഢവുമായിട്ടുള്ളത്? മറ്റു കാലങ്ങളിൽ വെളിപ്പെടുത്താതിരുന്നതും എന്നാൽ ഈ അവസാന കാലങ്ങളിൽ അപ്പോസ്തലന്മാരോട് വെളിപ്പെട്ട ആ ദൈവിക ജ്ഞാനം എന്താന്ന് നമുക്ക് മനസ്സിലാക്കി കിട്ടണമല്ലോ. അത് ഞാൻ പറയാം. അതിനു മുമ്പേ മറ്റൊരു കാര്യം കൂടെ അറിയണം. ഈ ദൈവിക ജ്ഞാനം, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനം എന്തിനാണ് റിവീൽ ചെയ്തിരിക്കുന്നത്? അത് 7-ാം വാക്യത്തിൽ തന്നെ 2-ാം ഭാഗത്ത് എഴുതിയിരിക്കുന്നു. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. നമ്മുടെ മഹത്വത്തിനായി. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന എന്താണ്? എല്ലാം ദൈവമഹത്വത്തിന് അല്ലെ? ആദ്യമയോരാം ദൈ ഗ്ലോറിയ എന്ന് പറയും. എല്ലാം ഉപരി മഹത്വത്തിന്. ഇപ്പൊ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവമഹത്വത്തിന്. പക്ഷെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു നോക്കിയാൽ, ആ രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്, പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പേ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. നമ്മുടെ മഹത്വം എന്താ അത്ര അങ്ങോട്ട് ശരിയാവില്ല അല്ലെ? നമ്മുടെ മഹത്വം എന്ന് പറയുമ്പോ ഇപ്പൊ മഹത്വം എന്നുള്ളത് മറ്റൊരു ട്രാൻസ്ലേഷനിൽ പറയുന്നത്, മഹത്വം എന്നുള്ളത് തേജസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ തേജസ്സിനായി, അങ്ങനെയാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പുകഴ്ചയ്ക്ക് എന്ന അർത്ഥത്തിലല്ല, നമ്മുടെ തേജസ്. മനുഷ്യരെല്ലാവരും തേജസ് നഷ്ടപ്പെട്ടവരാണ്. റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളെല്ലാവരും തേജസ് നഷ്ടപ്പെട്ടവരാണ്. ദൈവത്തിന്റെ തേജസ് പാപം ചെയ്ത് ആ തേജസ് നഷ്ടപ്പെട്ട ആളുകളായിരുന്നു നമ്മൾ. വായിക്കാമോ റോമാലേഖനം 3:23-ാം വാക്യം? എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അതെ, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന്, ദൈവമഹത്വം എന്ന് പറഞ്ഞാൽ ദൈവ തേജസ്സിന് അയോഗ്യരായി. ദൈവത്തിന്റെ തേജസ്സിന്റെ വസ്ത്രം നമ്മളിൽ നിന്ന്, മനുഷ്യവർഗത്തിൽ നിന്ന് അഴിഞ്ഞുപോയി. നമ്മുടെ ആദിമ പിതാവായ ആദത്തിൽ നിന്നും ഹവയിൽ നിന്നും അവരുടെ മക്കളായ നമ്മളിൽ നിന്നും ആ തേജസ് അങ്ങ് അഴിഞ്ഞുപോയി. ആ തേജസ്സിന്റെ മഹനീയമായ ആ തേജസ് നമ്മളിൽ നിന്ന് വിട്ടുപോയി പാപം ചെയ്തപ്പോൾ. എന്നാൽ ഇവിടെ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നു, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്, അത് നമ്മുടെ മഹത്വത്തിനായി എന്നുള്ളത്. നമ്മൾ മറ്റൊരു വാക്കാണ് അവിടെ വായിക്കേണ്ടത്. മഹത്വത്തിനല്ല, തേജസ്. നമ്മുടെ തേജസ്, നഷ്ടപ്പെട്ട ദൈവിക തേജസ്. നമ്മൾ തേജസ് ഉള്ളവരായിരുന്നു. ആദ്യ മാതാപിതാക്കൾ ദൈവിക തേജസ് ഉള്ളവരായിരുന്നു. ആദാഹവ്യ പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവിക തേജസ് അവർക്കുണ്ടായിരുന്നു. ആ ദൈവിക തേജസ് അവർ പാപം ചെയ്ത് നഷ്ടപ്പെട്ടു. അവരുടെ മക്കളായ നമ്മളെല്ലാവരും തേജസ് നഷ്ടപ്പെട്ടവരാണ്. എന്നാൽ ദൈവിക ജ്ഞാനം നമുക്ക് നൽകിക്കൊണ്ട്, രഹസ്യവും നിഗൂഢമായ ദൈവിക ജ്ഞാനം നൽകിക്കൊണ്ട്
നമ്മൾ നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ നമുക്ക് തിരിച്ചു തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം വായിക്കും, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ആ ഛായ അല്ലെങ്കിൽ സാദൃശ്യം എന്ന് പറഞ്ഞത് ഒരു പരിധി വരെ ഈ തേജസ് തന്നെയാണ്. മറ്റു വ്യാഖ്യാനങ്ങളൊക്കെ അതിനുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല, നമ്മുടെ വിഷയം വേറെയാണല്ലോ. അപ്പൊ ദൈവിക തേജസ്സിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ദൈവിക ചൈതന്യം നമുക്ക് നൽകി. അങ്ങനെ ആ തേജസ് ഉള്ളവരായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതെല്ലാം പോയി. എന്നാൽ ദൈവം വീണ്ടും ആ തേജസ് നമുക്ക് തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. 1 കൊരിന്തോസ് 2-ാമത്തെ അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, അത് നമ്മുടെ മഹത്വത്തിനായി അല്ലെങ്കിൽ നമ്മുടെ തേജസ്സിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. യുഗങ്ങൾക്ക് മുമ്പ് ദൈവം ഈ പ്രപഞ്ചവും മനുഷ്യനെയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവം നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതാണ്. മനുഷ്യന്റെ തേജസ്സിന് വേണ്ടി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രഹസ്യം, ഈ നിഗൂഢ രഹസ്യം, നിഗൂഢമായ ദൈവിക ജ്ഞാനം ദൈവം കരുതി വെച്ചു. നമ്മുടെ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ കൂടുതൽ നടക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ മുഖത്ത് എന്തെങ്കിലും ഒരു തേജസ് ഉണ്ടാവും. കൂടുതൽ പ്രാർത്ഥിക്കുന്നവരുടെ മുഖത്ത് നോക്കിയാൽ നമ്മൾ പറയും, വളരെ ദരിദ്രനായിരിക്കും ആള്, നല്ല റിച്ച് ഫുഡൊന്നും നല്ല കഴിക്കണേ, പക്ഷെ അവരുടെ മുഖത്ത് ഒരു തേജസ് ഉണ്ട്. അവർക്കുണ്ടോ, ദൈവം അവരെ ആ തേജസ്സിന്റെ വസ്ത്രം അവരെ പുതപ്പിച്ചു. അവർക്ക് ആ തേജസ് കിട്ടി. അത് നല്ല ആഹാരം കഴിച്ചതിന്റെയോ അല്ലെങ്കിൽ സമ്പത്തൊക്കെ ഏറെ ഉണ്ടാവുന്ന ഒരു സംതൃപ്തിയൊക്കെ ഉണ്ടാവും. അതല്ല, ഇത് മറ്റൊന്നാണ്. അവർക്ക് ആ ദൈവിക ജ്ഞാനം കിട്ടി എന്നുള്ളതാണ്. ആ ദൈവിക പിന്നെ എന്താണ് പറയാ, നിഗൂഢവും രഹസ്യവുമായിട്ടുള്ള ആ ദൈവിക ജ്ഞാനം കിട്ടി. എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിനു മുമ്പും കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. 6-ാം വാക്യം നമ്മൾ നേരത്തെ വായിച്ചു. എന്നാൽ 1 കൊരിന്തോസ് 2-ന്റെ 6-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷെ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല. അപ്പോ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷെ അവിടെ നമുക്ക് പറഞ്ഞു തരാണ്, ഈ ലോകത്തിന്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനം. ഇപ്പോ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഏകാധിപതിയെ നമുക്കറിയാലോ. 60-65 ലക്ഷം യഹൂദരെയാണ് അദ്ദേഹം കൊന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നാസിപ്പട 60-65 ലക്ഷം ആളുകളെ കൊന്നൊടുക്കി. എന്താ കാര്യം? അവർക്ക് ലൗകികമായിട്ടുള്ള വിജ്ഞാനത്തിന്റെ അതിലൊരു പൈശാചികത കടന്നുകൂടിയിരിക്കുക. ഇപ്പോ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണമല്ല, വളരെയധികം ഉദാഹരണം. ലോകത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉപകാരമാണ്. നമ്മളിപ്പോ AC ഇട്ടോ ഫാൻ ഇട്ടോ ഇരിക്കുന്നു, അപ്പൊ നമുക്ക് അതിന് കാറ്റ് കിട്ടുന്നു, നമുക്ക് വെളിച്ചം ഉണ്ട്. ലൗകികമായിട്ടുള്ള ലോകത്തിൻ്റെതായിട്ടുള്ള അറിവിന്റെ പരിണത ഫലമാണ്. ഇന്ന് ഞാൻ ചാലക്കുടിയിലൂടെ വരുമ്പോൾ കണ്ടു, ഒരു ഓട്ടോയുടെ പുറകിൽ എഴുതിയിരിക്കുന്നു, ഓട്ടോറിക്ഷയുടെ പുറകിൽ. സാധാരണ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ് എഴുതുക, പക്ഷെ ഈ ഓട്ടോയുടെ പുറകിൽ ഞാൻ കണ്ടു ഗിഫ്റ്റ് ഓഫ് സയൻസ്. ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നല്ല, ഗിഫ്റ്റ് ഓഫ് സയൻസ്. ആ സയൻസിന്റെ അല്ലെ വളർച്ചയാണല്ലോ എഞ്ചിനുകളൊക്കെ കണ്ടുപിടിച്ചതും, അങ്ങനെയാണ് ഓട്ടോ ഉണ്ടായത്. അല്ലാതെ ദൈവത്തിന്റെ ദാനല്ല. പിന്നെയോ ഗിഫ്റ്റ് ഓഫ് സയൻസ്. അപ്പൊ സയൻസിന്റെ വളർച്ച വളരെ നല്ലതാണ്, മനുഷ്യന് ഉപകാരപ്പെട്ടിട്ടുണ്ട്, തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പോ പണ്ട് കാലത്ത് അമ്മമാര് ഉപയോഗിക്കുന്ന അടുപ്പ് വളരെ താഴെയായിരുന്നു. അതുകൊണ്ട് താഴെ അവര് താറയിലിരുന്ന് ഈ 3 കല്ലിൽ വെച്ചിരിക്കുന്ന ഈ കലത്തിലുള്ള ആഹാര സാധനങ്ങൾ വേവിച്ചെടുക്കാൻ ഊതി പുകയത്ത് അവര് മുങ്ങി. ഈ പുകയിലൂടെ വരുന്ന വിഷവാതകങ്ങൾ, ഒരുപക്ഷെ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ഇങ്ങനെയുള്ള വിഷവാതകങ്ങളൊക്കെ ശ്വസിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയാത്തവരായി മാറി. പക്ഷെ എന്താ, അടുപ്പ് പിന്നെ ഉയർത്തി വെച്ചു. ശാസ്ത്രത്തിന്റെ സംഭാവനയാണ്, ഉയർത്തി വെച്ചു. ഇപ്പോഴോ പുക മുകളിലേക്ക് പോകാനുള്ള സംവിധാനം. ഇപ്പോഴത്തെ അടുപ്പിനോ ഒരു പുകയും വരാത്ത രീതിയിൽ, അല്ലെ? ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തല്ലേ നമുക്ക് എന്തുമാത്രം ഉപകാരപ്പെട്ടു. പണ്ട് കിണറിൽ വെള്ളം കോരണമെങ്കിലോ മാറ് വെച്ച് കോരണം, പിന്നീടോ പുള്ളി അല്ലെങ്കിൽ കപ്പി കണ്ടുപിടിച്ചു. ഇപ്പോഴോ എന്ത് സംവിധാനം, ഒരു സ്വിച്ച് അമർത്തിയ വെള്ളം വന്നു. ലോകത്തിൻ്റെതായിട്ടുള്ള അറിവ് കൊണ്ട് അല്ലെങ്കിൽ വിജ്ഞാനം കൊണ്ട് മനുഷ്യന് ധാരാളം നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് പണ്ട് കാലത്ത് ബോധം കെടുത്താനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ
ആ മരുന്ന് കണ്ടെത്തി മനുഷ്യന് ബോധം കെടുത്തി അവനെ ഓപ്പറേറ്റ് ചെയ്ത് അവനെ സുഖപ്പെടുത്താം. നല്ലതല്ലേ? ലോകത്തിന്റെ വിജ്ഞാനം നല്ലതാണ്. പക്ഷേ ആ ബോധം കെടുത്താൻ ഉപയോഗിക്കുന്ന സാധനം മയക്കുമരുന്നിന് വേണ്ടി ഉപയോഗിച്ചാലോ, മനുഷ്യന്റെ ലഹരിക്ക് വേണ്ടി ഉപയോഗിച്ചാലോ, അപ്പോൾ അത് ഈ ലോകത്തിന്റെ നാശോന്മുഖരായ അധികാരികളുടെ ജ്ഞാനായിട്ട് മാറും, വിജ്ഞാനായിട്ട് മാറാം. ഡൈനാമിറ്റ് പാറ നമുക്ക് പൊട്ടിക്കാം, അല്ലെ? പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കാം. അതുകൊണ്ട് മനുഷ്യനെ കൊല്ലാനുള്ള ബോംബ് ഉണ്ടാക്കിക്കൂടെ? അപ്പൊ എന്തായി? നാശോന്മുഖരായിട്ട് മാറി. നാശോന്മുഖമായിട്ടുള്ള അറിവായിട്ട് അത് മാറാണ് ചെയ്യുന്നത്. ഞാൻ പണ്ടെന്നോ നമ്മുടെ ഗ്രൂപ്പിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു തെങ്ങ് എന്തുമാത്രം സാധനങ്ങൾ നമുക്ക് നല്ല കരിക്ക് കുടിക്കാം, നാളികേരം കറയ്ക്ക് ഉപയോഗിക്കാം, അതിന്റെ പിന്നെ തടി നല്ല കട്ടിലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്, പിന്നെ അതിന്റെ ഈർക്കിളി എടുത്ത് ചൂലുണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്, പണ്ട് കാലത്ത് ഓല വെടഞ്ഞ് വീടുകൾ ഉണ്ടാക്കാറുണ്ട്. ദൂര സൗകര്യ. പക്ഷെ തെങ്ങ് ചെത്തി കള്ളുണ്ടാക്കാനുള്ള വിദ്യ ആര് പഠിപ്പിച്ചതെന്തോ, അല്ലേ? അപ്പൊ അങ്ങനെ ദൈവം നൽകിയ വിജ്ഞാനത്തെ നാശത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഇപ്പോ ഹിരോഷിമയിൽ നാഗസാക്കിലിട്ടിരിക്കുന്ന അണുബോംബ് കൊണ്ട് എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു പോയി. അപ്പൊ അതിന്റെ കണ്ടുപിടുത്തം നാശോന്മുഖരമായ, അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 1 കൊരിന്തോസ് 2-ാമത്തെ അധ്യായത്തിൽ ഈ ലോകത്തിന്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല. വിജ്ഞാനം നല്ലതാണ്, പക്ഷേ ആ വിജ്ഞാനത്തിൽ നിന്ന് ദൈവത്തെ അല്ലെങ്കിൽ നന്മയെ മാറ്റി നിർത്തുമ്പോൾ അത് മുഴുവൻ കുഴപ്പമുണ്ടാക്കുന്നതായിട്ട് മാറാം. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ലോകത്തിന്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല. എന്താ ഞങ്ങൾ പ്രസംഗിക്കുന്നത്? രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണത്? അത് നമ്മുടെ മഹത്വത്തിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ തേജസ്സിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ആ ദൈവിക വിജ്ഞാനം എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. നമുക്ക് മുന്നോട്ട് പോയി കുറച്ച് കാര്യങ്ങൾ കൂടെ കണ്ടിട്ട് വേണം ആ വിഷയത്തിലേക്ക് നമുക്ക് വരാൻ വേണ്ടി. ആ ദൈവിക ജ്ഞാനം എന്താന്ന് നമുക്ക് ശരിയായിട്ട് രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇവിടേക്ക് വരണം. അതിനു മുമ്പ് നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് ഒന്ന് പോയിട്ട് ഇവിടേക്ക് വരാം. യാക്കോബിന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിലേക്ക് വരൂ. യാക്കോബിന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞ് 3-ന്റെ 13 മുതൽ 18 വരെ വാക്യങ്ങളുണ്ട്. അവിടെ 3-ന്റെ 15, 16, 17 വാക്യങ്ങൾ. അതിലെ 15-ാം വാക്യം മാത്രം ഒന്ന് വായിക്കണേ. 15-ാം വാക്യം മാത്രം. ഈ ജ്ഞാനം 347. വായിച്ചോ. ഉന്നതത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ്. അതെ, ഈ ജ്ഞാനം, അതായത് കുറച്ച് മുമ്പ് 1-2 വാക്യങ്ങളുണ്ട്. 14-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹം ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ അരുത്. നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ ചെയ്യരുത്. എന്നിട്ട് പറഞ്ഞു, ഈ ജ്ഞാനം, ഏത് ജ്ഞാനം? ഈ അസൂയയിൽ നിന്നും സ്വാർത്ഥമോഹത്തിൽ നിന്നും ആത്മപ്രശംസയിൽ നിന്നും എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയത്തിൽ നിന്നുണ്ടാകുന്ന ആ ജ്ഞാനം, ഞാനെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആ പദം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ സ്വയത്തിൽ നിന്നുണ്ടാകുന്ന ഈ ജ്ഞാനം അത് ഉന്നതത്തിൽ നിന്നുള്ളതല്ല. അതുകൊണ്ട് അങ്ങ് മുകളിൽ നിന്ന് മഹാപരിശുദ്ധനായ ദൈവത്തിന്റെ അടുത്ത് വരുന്ന ജ്ഞാനമല്ല. പിന്നെയോ മറിച്ച് ഭൗമികവും എർത്തലി വിസ്ഡം, സ്വാർത്ഥപരവും ഭയങ്കര ആ സെൽഫിഷ്നെസ് ഉള്ളതാണ്. പിന്നെ 3-മത് എന്താണ്? പൈശാചികം, ഡെവിളിഷ് ആയിട്ടുള്ള വിസ്ഡമാണ്. അപ്പൊ 3 കാര്യങ്ങൾ: ഭൗമികമാണ്, സ്വാർത്ഥപരമാണ്, പൈശാചികവുമാണ്. അതിന് ജ്ഞാനെന്നാ പറയുന്നത്. എങ്ങനെയുള്ള ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല. ഏത് ജ്ഞാനം? 14-ാം വാക്യം ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, വായിക്കുകയാണ്. കടുത്ത അസൂയ, ഹൃദയത്തിൽ അസൂയ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്വാർത്ഥമോഹം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായ വ്യാജം പറയുകയോ ചെയ്യരുത്. അങ്ങനെ സത്യത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുമ്പോൾ, സ്വാർത്ഥതയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കടുത്ത അസൂയയിൽ നിൽക്കുമ്പോൾ, അങ്ങനെ കലർപ്പുള്ള ജ്ഞാനമാണ് പിന്നെ നമ്മളിൽ നിന്ന് പുറപ്പെടുക. ആ ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണ്? ഭൗമികമാണ്. എനിക്കൊരു ജോസേട്ടനെ അറിയാം. ജോസേട്ടന് ഏറെ പ്രായമുള്ള ആളാണ്, മരിച്ചുപോയി ജോസേട്ടൻ. ജോസേട്ടൻ എന്റെ വീടിന്റെ മുമ്പിൽ ഒരു ചാമ്പമരമുണ്ട്.
മരച്ചുവട്ടിൽ ആളിങ്ങനെ ചാരി നിൽക്കുമ്പോ ജോസേട്ടനോട് ജോസേട്ടനെ വിളിക്കാം. 80 വയസ്സുണ്ടെങ്കിലും ആള് ഹെൽത്തിയാണ്. ജോസേട്ടനോട് ഞാൻ ചോദിച്ചു, ജോസേട്ട ഒരു ധ്യാനത്തിനൊക്കെ പോയിക്കൂടെ? എന്തൊരു പുകവലിയാണ്, ഇടയ്ക്കൊക്കെ മദ്യപിക്കണ്ടല്ലോ, ഒരു ധ്യാനത്തിന് കൂടിക്കൂടെ? അത് ബ്രദറെ, ധ്യാനം വളരെ നല്ലതാണ്, സമയം കിട്ടണ്ടേ? ഞാൻ പറഞ്ഞു, ജോസേട്ട എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരണ്ടല്ലോ, ജോസേട്ട ഒരു ധ്യാനം കൂടണം, ഈ പുകവലിയൊക്കെ മാറണം, മദ്യപാനം മാറണം, കർത്താവിന്റെ അടുക്കലേക്ക് പോണ്ടേ? കുറച്ചേരം സംസാരിച്ചു പറഞ്ഞു, നന്ദു ബ്രദർ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ സമയം കിട്ടണ്ടേ? 80 വയസ്സായ ആൾക്ക് കണ്ട സമയമായിട്ടില്ല ധ്യാനത്തിന് വരാൻ. അപ്പൊ ഞാൻ ജോസേട്ടനോട് തിരിച്ചു ചോദിച്ചു, ജോസേട്ടന് ഒരു 30-40 വയസ്സിലേക്ക് ദൈവം കൊണ്ടുവന്നാൽ, ഇപ്പൊ 80 വയസ്സല്ലേ, ഒരു 30-ലേക്കോ 40-ലേക്കോ ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു, ജോസേട്ടൻ എന്ത് ചെയ്യും? പുള്ളിക്കാരി ബ്രോക്കറൊക്കെ ആയിരുന്നു, സ്ഥലക്കച്ചവടമൊക്കെ ഉള്ളതാണ്. അപ്പൊ ജോസേട്ടനോട് ചോദിച്ചു, നന്ദു ബ്രദറെ ഇനി അങ്ങനെ യങ്ങാവാൻ പറ്റുമോ? അല്ല, പറ്റീന്ന് കരുതുക, കർത്താവ് അങ്ങനെ ചെയ്താൽ ജോസേട്ടൻ എന്ത് ചെയ്യും? ഞാൻ ചിന്തിച്ചത്, ഞാനൊരു ധ്യാനത്തിന് പോകും, ഞാൻ ഇപ്പൊ ജീവിച്ചതുപോലെ ജീവിക്കില്ല, കുറെ കൂടി മെച്ചപ്പെട്ടൊരു ക്രൈസ്തവ ജീവിതം നയിക്കും എന്നാണ് ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ജോസേട്ടൻ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നന്ദു ബ്രദറെ, എനിക്ക് ഇനിയും യൗവനം തന്നാൽ നിലവിലേക്ക് എന്റെ സ്ഥലം മുഴുവൻ ഞാൻ വിൽക്കും, എന്നിട്ട് ഞാൻ വീണ്ടും ബിസിനസ് ചെയ്യും. ജോസേട്ടന്റെ മനസ്സിൽ എന്താണ്? ഭൗമികമായിട്ടുള്ള ജ്ഞാനമാണ്. ഇതിന് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കണം. 80 വയസ്സായി, മരിച്ചുപോയി, ജോസേട്ടൻ മരിച്ചുപോയി, പനി വന്ന് ജോസേട്ടൻ പിന്നീട് അധികം കാലം ജീവിച്ചില്ല, പെട്ടെന്ന് മരിച്ചുപോയി ജോസേട്ടൻ. ജോസേട്ടന്റെ മനസ്സിൽ എന്താണ്? സമ്പത്ത് വീണ്ടും വീണ്ടും ഉണ്ടാക്കണം. എനിക്കൊന്ന് 90-95% ആളുകൾ സമ്പത്തിന്റെ പുറകെയാണ് പറയുന്നത്. ഭൗമിക ജ്ഞാനം എഴുതി വെച്ചോ യാക്കോബ്, അങ്ങനെയുള്ള ജ്ഞാനം ഭൗമികമാണ്, പിന്നെയോ സ്വാർത്ഥപരമാണ്, പിന്നെയോ പൈശാചികമാണ്. ഇതാണ് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള വിജ്ഞാനം എന്ന് പറയുന്നത്. അത് ഞാനെന്നാണ് ഇവിടെ എഴുതി വെച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കാം, ഈ ലോകത്തോട് ചുറ്റിപ്പറ്റിയാണ്. ഉന്നതത്തിൽ നിന്നുള്ളതല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ അർത്ഥം ഉന്നതത്തിൽ നിന്നുള്ളതല്ല, അസ്വർഗീയമായിട്ടുള്ളതല്ല എന്ന് പറഞ്ഞാൽ താഴെ നിന്നുള്ളതാണ്. അപ്പൊ ഇത് വെറും ഭൗമികമാണ്, ഇത് സ്വാർത്ഥപരമാണ്, ഇത് പൈശാചികമാണ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ ഉന്നതത്തിലുള്ള ജ്ഞാനത്തിന് ചില സവിശേഷതകളുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ ഇപ്പൊ വായിക്കുന്ന ഭാഗത്ത് 17-ാം വാക്യം വായിക്കണേ. 17-ാം വാക്യം 6 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. 17-ാം വാക്യം വായിച്ചോളൂ. എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും, പിന്നെ സമാധാനപൂർണവും, വിനീതവും, വിധേയത്വമുള്ളതും, കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതുമാണ്. അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല. സമാധാന ദുഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു. അതിൽ 6 കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് ഉന്നതത്തിലുള്ള ജ്ഞാനത്തിന്റെ സവിശേഷത. വേദപുസ്തകത്തിൽ ധാരാളം ഭാഗങ്ങൾ പഴയ നിയമത്തിൽ നിന്നൊക്കെ എടുക്കാനുണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ ഇതിൽ ഒതുങ്ങി നിന്ന് പറയാണ്. ഉന്നതത്തിൽ നമ്മൾ കണ്ടു, ഭൗമികമായ അല്ലെങ്കിൽ ലൗകികമായ ഈ ലോകത്തിൻ്റെതായ ജ്ഞാനത്തിന്റെ സവിശേഷതകൾ കണ്ടു. ഭൗമികമാണ്, സ്വാർത്ഥപരമാണ്, പൈശാചികമാണെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഉന്നതത്തിൽ നിന്ന്, നമ്മുടെ കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണ്? ആ ജ്ഞാനത്തിന്റെ പ്രത്യേകത ഒന്ന് ശുദ്ധമാണ്. ശുദ്ധമായ, നമ്മൾ പറയില്ലേ ശുദ്ധമായ തേൻ ഇവിടെ കിട്ടും, പല സ്ഥലത്ത് എഴുതി വെച്ചല്ലേ ശുദ്ധമായ തേൻ. കൊടകര ഭാഗത്തുണ്ട്, പശുവിന്റെ പാലിൽ നിന്നുള്ള ചായ ഇവിടെ കിട്ടും. ശുദ്ധമായ പാല്, ശുദ്ധമായ തേൻ, ശുദ്ധജലം, ഇതൊക്കെ അമൂല്യ നിധികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുപോലെ വിശുദ്ധമായ, ശുദ്ധമായ, കലർപ്പില്ലാത്ത ജ്ഞാനം എവിടുന്ന വരുന്നേ? ഉന്നതത്തിൽ നിന്ന്, ശുദ്ധമായ ജ്ഞാനം. അപ്പോ നമ്മൾ ഈ കരിസ്മാറ്റിക് പ്രാർത്ഥനയിലേക്ക് വന്നു, ദൈവവചനം കേൾക്കാൻ തുടങ്ങി, നമുക്ക് ആ ശുദ്ധമായ ജ്ഞാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകത എന്താണെന്നോ? നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കും. വിശുദ്ധിക്ക് വിരുദ്ധമായ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചിന്തകളിലോ വാക്കിലോ വികാര വിചാരത്തിലോ പ്രവൃത്തിയിലോ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും അശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ നമ്മൾ പെട്ടെന്ന് ഒരു 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 തീപ്പൊരി, വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് ഒരു തീപ്പൊരി പെട്ടെന്ന് നമ്മുടെ ഷർട്ടിലേക്കോ പാൻസിലേക്കോ സാരിയിലേക്ക് വീണാൽ പെട്ടെന്ന് നമ്മൾ തട്ടിക്കളയണോടും അശുദ്ധ ലോകത്തു നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക, അശുദ്ധിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഒന്നാമത് ശുദ്ധമാണ്. ദൈവിക ജ്ഞാനത്തിന്റെ പ്രത്യേകത, വിശുദ്ധിക്കാണ് ആള് ഏറ്റവും പ്രാധാന്യം കൊടുക്കും.
അശുദ്ധി മനസ്സിൽ സ്പർശിക്കാതിരിക്കാൻ ആണ് ശ്രദ്ധിക്കുക. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ പ്രായോഗിക ജീവിതം ഒന്ന് ശ്രദ്ധിച്ച്, നമ്മള് അശുദ്ധിയിലാണോ നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ അശുദ്ധിയിലേക്ക് ചാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കർത്താവിനോട് അത് ഏറ്റു പറയുന്നില്ലെങ്കിൽ, യേശുവിന്റെ രക്തം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ, നമുക്ക് ശരിയായിട്ടുള്ള ജ്ഞാനം കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഉന്നതത്തിൽ നിന്ന് വരുന്ന ജ്ഞാനത്തിന്റെ പ്രത്യേകത നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ്. അല്ലാതെ നമ്മൾ കുറെ പുസ്തകങ്ങൾ വായിച്ചു, പഠിച്ചു, അറിവ് സമ്പാദിച്ചു, ആ അറിവ് പ്രസംഗിക്കുന്നതിലല്ല. അദ്ദേഹത്തിന്റെ ജീവിതം സംശുദ്ധമായിരിക്കണം. നമ്മളത് ശ്രദ്ധിക്കണേ. വിശുദ്ധിയിലേക്ക് നയിക്കുന്നതായിരിക്കണം നമ്മുടെ ജീവിതം. ഓരോ ദിവസവും വിശുദ്ധിയിലേക്ക് നടന്നെടുക്കണ്ടേ. അശുദ്ധ ലോകത്ത് നിന്ന് നമ്മൾ കരകയറി പോരണം കേട്ടോ. ഈ എർമൈനുകൾ എന്ന് പറയുന്ന ഒരു ജീവിയെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. എർമൈനുകളെ കുറിച്ച് വായിച്ചിരിക്കുന്നത് എനിക്കൊന്ന് ആഫ്രിക്കയിലൊക്കെ ഉള്ള ഒരു ജീവിയാണെന്നാണ്. മൊയില് പോലുള്ള ഒരു ജീവിയാണ്. അപ്പൊ പണ്ടെന്തോ വായിച്ചിരിക്കുന്നതാണ്. അപ്പൊ അതിൽ പറയുന്നത്, ഈ ജീവി ദേഹത്തെ അഴുക്ക് പറ്റിക്കാൻ ഇഷ്ടപ്പെടില്ല അത്രേ. മനുഷ്യർ ഈ ജീവിയെ ഓടിച്ചിട്ട് തല്ലിക്കൊന്നു ചാപ്പിടും. അപ്പൊ അതുകൊണ്ട് ഈ ജീവിയെ ഓടിച്ചാലും കിട്ടൂല. പക്ഷെ ഇതിന് ദേഹത്ത് ചെളി പറ്റിക്കാൻ ഇഷ്ടപ്പെടാത്ത ജീവിയാണ്. അതുകൊണ്ട് ആളുകൾക്ക് ഇതിന്റെ സ്വഭാവം മനസ്സിലായതുകൊണ്ട് ഇത് താമസിക്കുന്ന ചെറിയ ചെറിയ മാളങ്ങളുടെ ചുറ്റും ചെളി കുഴച്ചിടും. എന്നിട്ടാണ് ഇതിനെ ഓടിക്കുക. ഓടിച്ചിട്ടോ ഇതിന്റെ മാളത്തിലേക്ക് കയറി വരാൻ നോക്കുമ്പോഴല്ലേ ചെളി കിടക്കുന്നു. ചെളി കിടക്കുമ്പോൾ അവിടെ നിൽക്കും അത്. അപ്പൊ മനുഷ്യൻ ഓടിച്ചെന്ന് വടി കൊണ്ട് അതിനെ അടിച്ചു കൊല്ലും. അഴുക്ക് പറ്റിക്കാൻ ഇഷ്ടപ്പെടാത്ത ജീവി. ഇതുപോലെ ഇരിക്കണം നമ്മൾ ജീവിതത്തിൽ. മാലിന്യങ്ങൾ നമ്മുടെ ദേഹത്ത്, നമ്മുടെ ദേഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഹ്യമായിട്ടുള്ള ഒരു കാര്യത്തിലല്ല, നമ്മുടെ ഉള്ളിൽ അഴുക്ക് കൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കരുത്. ദൈവിക ജ്ഞാനം കിട്ടിയ ആളുകൾ സംശുദ്ധിയോടെ ജീവിക്കാൻ തീരുമാനിക്കും. അവരതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കും. അതാണ് ഉന്നതത്തിലുള്ള ജ്ഞാനം. ഒന്നാമത് ശുദ്ധവും, പിന്നെ സമാധാനപൂർണവും. എപ്പോഴും സമാധാനം കാംക്ഷിക്കുകയാണ്. സമാധാനം ഉണ്ടാക്കാൻ പരിശ്രമിക്കും. ഭാര്യാഭർത്തൃ ബന്ധം നമുക്ക് പരിശോധിക്കേണ്ടതാണ്. എപ്പോഴും സമാധാനക്കേട് ഉണ്ടാക്കുന്ന സംസാരവും പ്രവൃത്തിയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ ഒരു ദൈവിക ജ്ഞാനം കിട്ടിയിട്ടില്ല. ചിലപ്പോ 100 200 വചനമൊക്കെ കാണാപ്പാടം പറയായിരിക്കും. ചിലപ്പോ 119 സങ്കീർത്തനം കാണാപ്പാടം ചൊല്ലായിരിക്കും. പക്ഷെ അല്ലെങ്കിൽ ബൈബിൾ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ ബൈബിൾ എഴുതി ബൈബിൾ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ വീട്ടിലൊരു സമാധാനം കൊടുക്കാത്ത ആളാണെങ്കിലോ. ഡിവൈനിൽ കൗൺസിലിൽ പോകുന്ന ഒരു ആന്റിയെ കുറിച്ച് ആന്റിയുടെ മോൻ പറഞ്ഞു, മമ്മി ഈ കൗൺസിലിങ്ങിനൊക്കെ പോയിട്ട് അവിടെ നിന്ന് പോണ ചെകുത്തന്മാരെയൊക്കെ വീട്ടിൽ കൊണ്ടുവരാൻ തോന്നുന്നു. മമ്മി ഇവിടെ വന്നപ്പോ സമാധാനം ഇല്ലല്ലോ മമ്മി. എവിടെ? കൗൺസിലിങ്ങിന് പോണ കൗൺസിലറോട് കൊച്ചു ചോദിക്കണം, മമ്മി അവിടെ നിന്ന് വിട്ടുപോണ ചെകുത്താനെയൊക്കെ വീട്ടിൽ കൊണ്ടുവരാണോ? അപ്പൊ സമാധാനമില്ലാത്ത ആൾക്കാരായിരിക്കരുത്. നമ്മുടെ ഉള്ളിൽ സമാധാനം ഇല്ലെങ്കിൽ നമ്മൾ ആ സമാധാനക്കേട് എല്ലാവിടെയും തീർക്കും. പ്രിയപ്പെട്ടവരെ, ദൈവിക ജ്ഞാനം നമുക്കുണ്ടെങ്കിൽ, ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനമുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ കണ്ടു ഭൗമിക ജ്ഞാനം, സ്വാർത്ഥപരമായ ജ്ഞാനം, പൈശാചിക ജ്ഞാനത്തെ നമ്മൾ കണ്ടു. നേരത്തെ തൊട്ട് മുകളിലുള്ള വാക്യത്തിൽ കണ്ടു. ഇപ്പൊ നമ്മൾ കാണുന്നത് ഉന്നതത്തിലുള്ള ജ്ഞാനമാണ്. ഒന്ന് ശുദ്ധമാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 2 സമാധാനപരമാണ്, സമാധാനം ഉണ്ടാക്കും. നമുക്ക് ദൈവിക ജ്ഞാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായെങ്കിൽ തന്നെ നമ്മളത് സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യും. നമുക്ക് സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വീട്ടിലെ പാത്രങ്ങൾ തട്ടിപ്പൊട്ടിക്കുന്നു, കതക് വലിച്ചടയ്ക്കുന്നു, ഭാര്യയും മക്കളെയും വഴക്ക് പറഞ്ഞു, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഇതെന്ത് മനുഷ്യൻ? ഇയാൾക്കൊരു ജ്ഞാനം കിട്ടിയിട്ടില്ല. ദൈവിക ജ്ഞാനം കിട്ടിയാൽ അങ്ങനെ ചെയ്യൂല. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളപ്പോ ദുർമാതൃകയുള്ള ആളുകളായിട്ട് മാറാം. നമുക്ക് നമ്മുടെ വികാരങ്ങളുടെ മേൽ വിവേകപൂർണമായ നിയന്ത്രണം ഇല്ലാണ്ട് പോവാം. ഏതെങ്കിലും ഒരു വട്ടമൊക്കെ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. സമാധാനപൂർണമാണ് ദൈവിക ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ. പിന്നീടോ അടുത്ത പോയിന്റ് നോക്കൂ, വിനീതമാണ്. വിനീതം നമുക്ക് ചുരുക്കി പറഞ്ഞാൽ വിനയുള്ള സ്വഭാവമല്ലേ. ഇതെല്ലാം ഡിവൈൻ നേച്ചറിന്റെ ആണ്. ശരിക്കും വിനയം, നിങ്ങൾ വിനയത്തിന്റെ അങ്കി ധരിക്കുവിൻ. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് വിനയത്തിന്റെ അങ്കി, വിനയം ഒരു വസ്ത്രമായിട്ട് ധരിക്കാനാണ് പറയുന്നത്. വിനയം, വിനീതഭാവം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. ഉന്നതത്തിലുള്ള ജ്ഞാനത്തിന്റെ പ്രത്യേകതയാണ് വിനയുള്ള ആളുകളായിട്ട് മാറണം എന്നാണ് പറയുന്നത്. എല്ലാ മേഖലയിലും എത്ര സ്ഥലത്താ നമുക്ക് വിനയപ്പെടാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ചെറുതായിക്കോട്ടെ, നമുക്ക് അല്പം ചെറുതാകാം. നീ എത്രമാത്രം ഉന്നതനാണോ
അത്രമാത്രം വിനീതനാവുക. പ്രഭാഷകൻ 3:18 നമുക്കറിയാവുന്ന വചനാണ്. അത് ദൈവിക ജ്ഞാനാണ്. വിനയഭാവം നല്ലതാണ്, ഒരു സൗന്ദര്യം തന്നെയാണത്. തീർന്നില്ല, വിധേയത്വമുള്ളതും. വിധേയത്വം എന്ന് പറഞ്ഞാൽ ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുകയാണ്. ഈ വിധേയത്വം എന്ന് പറഞ്ഞാൽ അടിമത്തമല്ല. ഈ ഞാൻ സഹോദരിമാരെ കുറ്റം പറയല്ല, ചില സഹോദരിമാര് ചിന്തിക്കുന്നത് വിധേയത്വം എന്ന് പറഞ്ഞാൽ അടിമത്താണ്. അടിമത്തല്ല, അടിമത്തം വേറെ, വിധേയത്വം വേറെ. ഇപ്പൊ നോക്കൂ, നമ്മുടെ തലയിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് അനുസരിച്ചാണ് ശരീരം പ്രവർത്തിക്കുന്നത്. ശരീരം പറയുമോ ഞാൻ തലയുടെ അടിമയാന്ന് പറയൂ? അടിമയല്ല, അത് പാരസ്പര്യമാണത്. ശിരസ് പറയുന്ന മെസ്സേജിന് കീഴ്പ്പെടാണ് അവയവങ്ങൾ ചെയ്യുന്നത്. ഏതെങ്കിലും കയ്യോ കാലോ പറയോ ഞാൻ ഈ കീഴ്പ്പെടില്ല, ശിരസ് പറയുന്ന മെസ്സേജിന് കീഴ്പ്പെടില്ല? കീഴ്പ്പെടാത്ത അവയവങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ കൈ പാരലൈസ് ചെയ്ത് പോയി, ശിരസിൽ നിന്ന് ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ കഴിവില്ല. ഇത് ശരീരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ആക്റ്റീവ് അല്ല, ശിരസിനോട് ബന്ധമില്ല അതിന്. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു കൈയും കാലമൊക്കെ, അത് ഭാരമായിട്ട് മാറാ ശരീരത്തിൽ. അപ്പോ ശരീരം ശിരസിന് വിധേയപ്പെടാന്ന് പറയുമ്പോൾ അത് അടിമത്തല്ല, അതൊരു പാരസ്പര്യമാണ്, പരസ്പരമുള്ള ബന്ധമാണ്. ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം ജമ്മി കുടിയാൻ ബന്ധമല്ലല്ലോ, അങ്ങനെയല്ലല്ലോ, പാരസ്പര്യമാണ്. പിതാവും പുത്രനും അല്ലെങ്കിൽ കൂട്ടുകാരനായിട്ടുള്ള ബന്ധം. യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു. ഒരു പാരസ്പര്യമാണത്. ഇതുപോലെ ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ. ഭാര്യ അടിമയല്ല, ഭർത്താവ് മനസ്സിലാക്കേണ്ടതാണ്. ഭർത്താവിന് ഭാര്യയുടെ മേൽ അവകാശം ഉണ്ടെന്ന് പറയുമ്പോൾ അവളെ ഉപദ്രവിക്കാനുള്ള അവകാശമൊന്നും ആരും തന്നിട്ടില്ല. പിന്നെയോ സ്നേഹിക്കാന്, ഭാര്യയെ സ്നേഹിക്കുന്ന സ്വന്തം ശരീരത്തെയാണ് സ്നേഹിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ വിധേയത്വം അടിമത്തായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് തെറ്റാണ്. അടിമത്തം ദൈവം അനുവദിച്ചിട്ടില്ല. അപ്പോ വിധേയപ്പെടാന്ന് പറഞ്ഞാൽ നന്മയ്ക്ക് വിധേയപ്പെടുക, സത്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിധേയപ്പെടുക, നന്മയുണ്ടാകാൻ വേണ്ടി വിധേയപ്പെടാം. തിന്മയ്ക്ക് വിധേയപ്പെടണ്ട, യാതൊരു കാര്യമില്ല തിന്മയ്ക്ക് വിധേയപ്പെടാൻ, അതിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് വിധേയത്വം എന്ന് പറയുന്നത് ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെയാണ്. യേശുവിനെ പറ്റി പറയുന്നില്ലേ, അവൻ മാതാപിതാക്കൾ വിധേയനായി ജീവിച്ചു. വിധേയപ്പെടുക, വിധേയത്വം നല്ലതാണ്. അടുത്ത് ഇതൊക്കെ ജ്ഞാനത്തിന്റെ കാര്യങ്ങളാട്ടോ, ഞാൻ പ്രായോഗികത കൂട്ടിക്കലർത്തി പറയുന്നതാണ്. എന്നാലേ നമുക്ക് പ്രയോജനമുള്ളൂ, അല്ലെങ്കിൽ പ്രയോജനപ്പെടില്ല. പിന്നെ അടുത്തത് വിധേയത്വം എന്ന് പറയുന്നത് 4-ാമത്തെ കാര്യമായി. 5-ാമത്തെ കാര്യം ബൈബിളിൽ എഴുതിയിരിക്കുന്നു, കാരുണ്യം നിറഞ്ഞാണ്. കാരുണ്യമില്ലെങ്കിൽ അയാൾക്ക് എന്ത് ജ്ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്ന് കരുണ പറ്റിയ ആളുകൾ ധാരാളമുണ്ട്, കഠിനന്മാരായിട്ടുള്ള ആളുകൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഭയങ്കര കഠിനത. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുഞ്ഞുങ്ങളെ അമ്മമാരടിക്കുന്നതും അപ്പച്ചന്മാരടിക്കും, വലിയ വിറകൊള്ളി വെച്ച് അടിക്കുന്നതും, ഈ കുട്ടിയുടെ ദേഹത്ത് കയറിയിരുന്ന് കൈകൊണ്ട് രണ്ടുകൊണ്ട് അടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കഠിനന്മാരാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്ന കഠിനന്മാരെ. ഉന്നതത്തിലുള്ള ജ്ഞാനമല്ല, ഉന്നതത്തിലുള്ള ജ്ഞാനം കിട്ടിയ ആൾക്ക് ഇങ്ങനെ കഠിനന്മാരാകാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഹിറ്റ്ലറിന്റെ കാര്യം, അതുപോലെ പോൾ പോട്ട് എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യം. 30 ലക്ഷം ആളുകളെ അദ്ദേഹം അടിച്ചു പോകുന്നതാണ്. ഇങ്ങനെ എന്തുമാത്രം ആളുകളാണോ ക്രൂരന്മാരായിട്ടുള്ളത്. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ദൈവിക ജ്ഞാനം കിട്ടാത്തവർക്ക് ഇതല്ല, ഇതിനപ്പുറം ചെയ്യാൻ പറ്റും. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, കാരുണ്യം നിറഞ്ഞാണ്. ഉന്നതത്തിലുള്ള ജ്ഞാനം കിട്ടിയ ആള്. ഇപ്പൊ വയനാട് നടന്ന പിന്നെ പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, നമ്മുടെ കേരളക്കരയിൽ നിന്ന് കാരുണ്യം ഒഴുകുന്നുണ്ടോ? കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ? അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയല്ലാത്ത അവസരങ്ങളിലും മനുഷ്യന്റെ കരുണ ഉണ്ടാവണം, കരുണയുള്ളവരായിരിക്കണം. ദൈവിക ജ്ഞാനം ഈ കാരുണ്യമായിട്ട് കരകവിഞ്ഞൊഴുകട്ടെ. അവസാനമായിട്ട് പറയുന്നത് സൽഫലങ്ങൾ നിറഞ്ഞതാണ്. അപ്പൊ ഒരു ഫലമല്ല, നമുക്കറിയാം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നീതീകരണത്തിന്റെ ഫലങ്ങൾ. പിന്നെ ഒരു ദിവസം അതിനെ കുറിച്ച് ചിന്തിക്കാം. നീതീകരണത്തിന്റെ ഫലങ്ങളെ കുറിച്ച് റോമാലേഖനം 5-ലാണ് പറയുന്നത്. നീതീകരണത്തിന്റെ ഫലങ്ങൾ പഠിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് ആളുകൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. ശരിക്കും നീതീകരണത്തിന്റെ ഫലങ്ങളുണ്ട്. വളരെ നല്ല ആശയങ്ങളാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും നീതീകരണത്തിന്റെ ഫലങ്ങളൊക്കെ ധാരാളമായിട്ട് ഉന്നതത്തിലുള്ള ജ്ഞാനം വഴി കിട്ടും. അപ്പോ യാക്കോബിന്റെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 13 മുതൽ
18 വരെയുള്ള വാക്യങ്ങളിൽ 2 തരം ജ്ഞാനത്തെക്കുറിച്ച് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഒന്ന് ലൗകികമായിട്ടുള്ള ജ്ഞാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിജ്ഞാനത്തെക്കുറിച്ച്. നമ്മുടെ ബൈബിളിൽ ജ്ഞാനം എന്ന പദമാണെങ്കിലും അത് ലൗകികമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭൗമികം, പിന്നെ സ്വാർത്ഥപരം, പിന്നെ പൈശാചികം. ഇതല്ല ഉന്നതത്തിൽ നിന്നുള്ളത്. ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ 6 സവിശേഷതകൾ അവിടെ കണ്ടു. ഞാനൊന്നുകൂടെ വായിക്കാം. 1 ശുദ്ധമാണ്, 2 സമാധാനപൂർണമാണ്, 3 വിനീതഭാവമുള്ളതാണ്, 4 വിധേയത്വമുള്ളതാണ്, 5 കാരുണ്യം നിറഞ്ഞാണ്, 5 കാരുണ്യം, അതെ, 6 സൽഫലങ്ങൾ നിറഞ്ഞാണ്. അപ്പൊ ആ സൽഫലങ്ങളുടെ 2ആയിട്ട് ഞാൻ തിരിച്ചു. 1 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും, 1 പിന്നെ നീതീകരണത്തിന്റെ ഫലങ്ങളും. അതെന്താന്ന് ഞാൻ പറഞ്ഞില്ല. അത് ഞാനിപ്പോ ഈ വിഷയമായതുകൊണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോവാണ്. ഇനി നമുക്ക് കൊരിന്ത്യ ലേഖനത്തിലേക്ക് വീണ്ടും വരാം. 1 കൊരിന്തോസ് 2 വീണ്ടും വരാം. അവിടെയാണ് നമ്മൾ കണ്ട ജ്ഞാനത്തെ അത് രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനം എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനം. എന്താണ് ഈ രഹസ്യവും നിഗൂഢവുമായ ജ്ഞാനം എന്ന് പറയുന്നത്? നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞൊന്നും ഒരു ഉപകാരപ്പെടൂല. എന്താണ് ഈ രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത്? എന്നിട്ട് എഴുതി വെച്ചിരിക്കുന്ന നോക്കൂ. 8-ാം വാക്യം ഒന്ന് വായിച്ചേ. 8-ാം വാക്യം, 1 കൊരിന്തോസ് 2 8-ാം വാക്യം. ഈ ലോകത്തിന്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല. സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിന്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. മഹത്വത്തിന്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ, മഹത്വം എന്ന് പറഞ്ഞാൽ തേജസ്. തേജസ്സിന്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. 8-ാം വാക്യത്തിൽ ഇപ്പോൾ റാഫേലേട്ടൻ വായിച്ച 8-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, ഈ ലോകത്തിന്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചിരുന്നില്ല. ഏത്? ഈ രഹസ്യം, ഈ മിസ്റ്ററി, ഈ നിഗൂഢമായിട്ടുള്ള ജ്ഞാനം ഈ ലോകത്തിന്റെ അധികാരികൾക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഈ ലോകത്തിന്റെ അധികാരികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ നിഗൂഢമായ, ആ രഹസ്യമായ ദൈവിക ജ്ഞാനം എന്താണ്? എന്താണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? എന്താണ് ആ സാധനം? എന്താണ് ആ നിഗൂഢമായിട്ട് ഇരിക്കുന്ന രഹസ്യം? വളരെ സിമ്പിളാണത്. എന്താണ്? യേശു ക്രിസ്തു മനുഷ്യർക്ക് വേണ്ടി ഭൂമിയിൽ ജനിച്ചു, അവൻ ക്രൂശിൽ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ യേശുവിനെ ആര് രക്ഷകനായിട്ട് വിശ്വസിച്ച് അവന്റെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു, അവർ ആത്മരക്ഷ പ്രാപിക്കും എന്നുള്ളതാണ് ഈ നിഗൂഢമായ ജ്ഞാനം എന്ന് പറയുന്നത്. ഇത് അംഗീകരിക്കാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് മഹത്വത്തിന്റെ കർത്താവിന് മനസ്സിലായിട്ടില്ല. നിഗൂഢമായ ജ്ഞാനം അയാൾക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല, മനസ്സിലായിട്ടില്ല. ഇത് വളരെ സിമ്പിളാണെന്ന് തോന്നും, പക്ഷെ സിമ്പിളല്ല. സിമ്പിളാണ്, പക്ഷെ ആളുകൾക്ക് മനസ്സിലായി കിട്ടണമെന്നില്ല. ഇപ്പോ ഒരു വാക്യമില്ലേ ലൂക്കായുടെ സുവിശേഷത്തിൽ, ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് നൽകിയെന്നൊരു വാക്യമുണ്ട് അല്ലെ? എവിടെയാണത്? ബുദ്ധിമാന്മാരിൽ നിന്ന് വിവേകളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദൈവിക ജ്ഞാനം. എന്താണ് ആ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകളിൽ നിന്നും മറച്ച് വെച്ചത്? ഈ ലോകത്തിന്റെ അധികാരികൾക്ക് മനസ്സിലായില്ല എന്ന് നമ്മൾ വായിച്ചല്ലോ. 1 കൊരിന്തോസ് 2 നമ്മൾ കണ്ടു. എന്നാൽ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. നമ്മളിത് സങ്കീർത്തനം 8-ാം സങ്കീർത്തനത്തിൽ തുടങ്ങി പോന്നാലാ നമുക്കത് ശരിക്കും പിടികിട്ടുള്ളൂ. 8-ാം സങ്കീർത്തനം ഒന്ന് എടുക്കൂ. 8-ാം സങ്കീർത്തനം 8-ാം സങ്കീർത്തനം ചന്ദ്രനിൽ എഴുതി വെച്ച വാക്യങ്ങളാണ്. 8-ാം സങ്കീർത്തനം 6-ാം വാക്യം. 8-ാം സങ്കീർത്തനം 6-ാം വാക്യം. അങ്ങ് സ്വന്തം കരവേലകൾക്ക് മുമ്പിൽ അവൻ ആധിപത്യം നൽകി, എല്ലാറ്റിനെയും അവന്റെ പാദത്തിന് കീഴിലാക്കി. ആടുകളെയും 8:2 സങ്കീർത്തനം 8:2. ശത്രുക്കളെയും രക്തദാഹികളെ നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട്
സുശക്തമായ കോട്ട കെട്ടി, മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ അധരം. ആ കുഞ്ഞുങ്ങളുടെ അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. ഇത് തന്നെയാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. എന്ത്? ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകളിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. എന്താ വെളിപ്പെടുത്തിയത്? യേശുക്രിസ്തുവിന്റെ രക്ഷ ആർക്കാ വെളിപ്പെട്ട് കിട്ടിയത്? ഇപ്പൊ യേശുക്രിസ്തു ജനിച്ചപ്പോ തന്നെ ഹെരോദോസിന് മനസ്സിലായോ? ഹെരോദോസിന് മനസ്സിലായി. എന്തെന്ന്? എന്റെ കസേര ഇളകാൻ പോവാണ്, വേറെ ആള് വന്നു, ദൈവാന്ന് പറഞ്ഞ് വരാണ്, ഇവിടെ ഭരിക്കാൻ വരാണ്. അദ്ദേഹത്തിന് രക്ഷകനെ മനസ്സിലായി. യൂദയായിലെ ബെത്ലഹേമിലാണ് ജനിക്കണേന്ന് പുരോഹിതന്മാരിന്ന് കൃത്യമായിട്ട് നിർദ്ദേശം കിട്ടി. കൊല്ലാനല്ലേ ആളയച്ച്? അദ്ദേഹത്തിന് മനസ്സിലായി കിട്ടിയോ? മനസ്സിലായി കിട്ടിയില്ലല്ലോ. എന്നാൽ രാത്രി ആടുകളെ കാത്തുകൊണ്ട് കഴിയുന്ന ഇടയന്മാരോട് ദൈവദൂതന്മാര് പാട്ടുപാടി, അല്ലേ? അവരറിയിച്ചു രക്ഷകൻ അവിടെയുണ്ട്, പോയി കാണാൻ. പിന്നെ പൂജരാജാക്കന്മാരെത്തി. അവര് നക്ഷത്രം അവരെ വഴികാട്ടി ആ യേശു ജനിച്ചിടത്തേക്ക് വന്നു. അപ്പോ ഒരു കൂട്ടർക്ക് രക്ഷകനെ മനസ്സിലായി കിട്ടുന്നു, ഒരു കൂട്ടർക്ക് കിട്ടുന്നില്ല. ദൈവം റിവീൽ ചെയ്യാതെ, ദൈവം വെളിപ്പെടുത്താതെ മനസ്സിലാവില്ല. ശിമിയോനും അന്നയും പ്രായമുള്ള ആ പിന്നെ ദൈവത്തിന്റെ ദാസിദാസന്മാരായിട്ടുള്ള അന്നയും ശിമിയോനും ദേവാലയത്തിലേക്ക് വന്ന് എത്രയോ ദമ്പതിമാർ അവരുടെ കുഞ്ഞുങ്ങൾ അവിടെ സമർപ്പണത്തിന് കൊണ്ടുവരുന്നു. പക്ഷെ അവര് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് എന്താണ് പറയണേ? യേശുവിനെ എടുത്തുകൊണ്ട് സകല ജനതകൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു. അപ്പൊ അവർക്കത് മനസ്സിലായി കിട്ടിയല്ലോ. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്താ വെളിപ്പെടുത്തുന്നത്? ഇതാണ് വെളിപ്പെടുത്തൽ. ഇതാണ് ഏറ്റവും വലിയ ജ്ഞാനം. ഇവനാണ് രക്ഷകൻ. ലോകത്തിന്റെ പാപങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വന്നിരിക്കുന്ന രക്ഷകൻ ഇവനാണ്. ഇത് ആർക്ക് ശരിക്കും മനസ്സിലായി കിട്ടിയോ അതാണ് ഉന്നതത്തിൽ നിന്ന് വന്ന ജ്ഞാനം. ഇത് ആർക്കും മനസ്സിലാവില്ല എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ അധികാരികൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. ഇനി ഇതാണ് ഏറ്റവും കേന്ദ്ര വിഷയം. ഇത് നമുക്ക് മനസ്സിലായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് യഥാർത്ഥമായ ജ്ഞാനത്തിന്റെ കിരണം നമ്മളെ തേടി വന്നതാണ്. ഇനി നമുക്ക് 1 കൊരിന്ത്യർ 2 തന്നെ വരണേ. ആ 2 കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ മനസ്സിലാക്കാനുണ്ട്. 1 കൊരിന്ത്യർ 2 നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ഞാൻ കാണിക്കാം. 2-ാമത്തെ അധ്യായത്തിന്റെ 1, 2, 3, 4, 5 1 മുതൽ 5 വരെ വാക്യങ്ങൾ വായിക്കൂ. 1 കൊരിന്ത്യർ 2 1 മുതൽ 5 വരെ. സഹോദരരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെ പറ്റി സാക്ഷ്യപ്പെടുത്തത് വാക്വിലാസത്തിലോ വിജ്ഞാനത്തിലോ അല്ല. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടയില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ മുൻപിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. എന്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവിക ശക്തിയാകാനായിരുന്നു അത്. അപ്പോസ്തലനായ പൗലോസ് തത്വജ്ഞാനം പ്രസംഗിച്ച അവസരമുണ്ട്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. അപ്പോസ്തലനായ പൗലോസ് തത്വജ്ഞാനം പ്രസംഗിച്ച അവസരമുണ്ട്. എവിടെ വെച്ച്? ആഥൻസിൽ വെച്ച്. അപ്പോസ്തല പ്രവർത്തനം 17 നമുക്കത് കാണാം. ആഥൻസ് എന്ന് പറഞ്ഞാൽ ഗ്രീസിലാണ്. അവിടെ തത്വജ്ഞാനികൾ, ഫിലോസഫേഴ്സിന്റെ കളിയാണ്. അവിടെ വെച്ച് അദ്ദേഹം സംസാരിക്കുന്ന അങ്ങനെയുള്ളൊരു പ്രസംഗം ഞാൻ പിന്നെ കാണിക്കാൻ സമയമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രസംഗമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയമല്ല കൊറിന്തോസിൽ പറയുന്നത്. അദ്ദേഹം ഇവിടെ പറയുന്നത് എന്താണ്? അവിടെ തത്വജ്ഞാനികളാണ്. കൊറിന്തോസിൽ തത്വജ്ഞാനികളല്ല. ഇവിടെ സുഖലോലുപതിൽ, വ്യഭിചാരത്തിലും ലഹരിയിലും അവിടെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഈ എന്താണ് പറയാ, ദേവദാസി സമ്പ്രദായങ്ങളൊക്കെ ഇല്ലേ? സ്ത്രീവേശ്യ സമ്പ്രദായം ഉള്ളത്, പുരുഷവേശ്യ സമ്പ്രദായം പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ അഴുക്ക് നിറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം വലിയ വലിയ ഫിലോസഫി ഒന്നല്ല പറഞ്ഞത്. പിന്നെ അദ്ദേഹം എന്താ പറയുന്നത് നോക്കൂ. സഹോദരരെ,
ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെ പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല. ലോകത്തിന്റെ വലിയ വിജ്ഞാനം എന്നല്ല പറഞ്ഞത് ആളുകളോട്. നമ്മള് ലോകത്തിന്റെ വിജ്ഞാനം പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. നമ്മോട് അതല്ല പറയാൻ പറഞ്ഞിരിക്കുന്നത്. ലോകത്തിന്റെ വിജ്ഞാനം ധാരാളം പറയുന്ന ആളുകളുണ്ട്. നമ്മൾ അത്ഭുതപ്പെടുത്തും. ചില അറിവുകളൊക്കെ ഇങ്ങനെ കോരിച്ചൊരിയുമ്പോഴേ എന്ത് രസാ കേൾക്കാൻ. ഇവിടെ എന്നാൽ അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾക്ക് അങ്ങനെ വാക്കുകൾ കൊണ്ടുള്ള കസരത്ത് നടത്താനോ അല്ലെങ്കിൽ പിന്നെ വിജ്ഞാനമൊന്നും അല്ലായിരുന്നു പ്രസംഗത്തിലുണ്ടായിരുന്നത്. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതരായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ക്രൂശിക്കപ്പെട്ട ആളെ കുറിച്ചാണ് അറിയുന്നത്. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. എന്തിന്? മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി. എങ്ങനെ ആ രക്ഷ അനുഭവിക്കാൻ മനുഷ്യന് പറ്റും? എങ്ങനെ ഇത് ആളുകളിലേക്ക് ഈ മെസ്സേജ് കൺവേ ചെയ്യുന്നത്? ഇതാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. എന്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ ലോകജ്ഞാനങ്ങളും ലോകത്തിന്റെ വലിയ വലിയ കാര്യങ്ങളും അറിവൊന്നും ഇല്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ ചില ചിന്തിക്കുവോ, എനിക്ക് വലിയ അറിവൊന്നുമില്ല, എനിക്കധികം വിദ്യാഭ്യാസമൊന്നുമില്ല. യാതൊരു പ്രശ്നവുമില്ല. വിദ്യാഭ്യാസം അങ്ങനെ കിട്ടിയില്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ആരും വിഷമിക്കേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസം കൂടുതൽ ഉണ്ടായി വിചാരിച്ചാൽ അഹങ്കരിക്കേണ്ടയും കാര്യം. എന്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. കണ്ടോ, പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തല് എന്ന് പറഞ്ഞാൽ വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നല്ല. അദ്ദേഹം ദൈവവചനം, പഴയ നിയമം പുതിയ നിയമം ശരിക്കും പഠിച്ചു. പഴയ നിയമം പുതിയ നിയമം ബന്ധപ്പെടുത്താൻ അദ്ദേഹത്തിന് മനസ്സിലായി. യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയെക്കുറിച്ച് മനസ്സിലായി. ആ കാര്യങ്ങളാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അത് ആത്മാവിന്റെ ശക്തിയോടെയും വെളിപ്പെടുത്തലോടുകൂടെ പറയുകയാണ്. എന്തിനങ്ങനെയൊക്കെ പറയുന്നത്? അതാണ് അടുത്ത വാക്യം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു. അപ്പൊ നമ്മളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ ശക്തിയാണ്. ഞാനിപ്പോ കോറിട്ടൻ ബൂമിന്റെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. കോറിട്ടൻ ബൂം നിങ്ങൾ വായിച്ചിരിക്കുന്നത് നല്ലതാണ്. കോറിട്ടൻ ബൂം പിന്നെ നാസി പട്ടാളത്തിന്റെ പിടിയിൽപ്പെടുകയും അതിനു മുമ്പ് അവളുടെ വീട്ടിലെ അപ്പച്ചന് കാസ്പറൊക്കെ ഒരു വാച്ച് കട നടത്തുകയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധ കാലത്തുണ്ടായ അനുഭവങ്ങളാണ്. ആ സിനിമയുണ്ട്, അത് പുസ്തകമായിട്ട് മലയാളത്തിൽ നമുക്ക് കിട്ടും വായിക്കാൻ. കോറിട്ടൻ ബൂം. അപ്പോ പുള്ളിക്കാരി നാസി പട്ടാളക്കാരുടെ കയ്യിൽ പിടിക്കപ്പെട്ട് അനുഭവിക്കുന്ന പീഡനങ്ങൾ, ചിന്തിക്കാൻ പറ്റാത്ത പീഡനങ്ങളാ. ഞാനൊന്നും വിവരിക്കുന്നില്ല. എന്റെ മനസ്സിനെ ഇന്ന് വായിച്ചപ്പോ എന്റെ മനസ്സിൽ തൊട്ടത്, വീട്ടിൽ ലാളിച്ചും ഓമനിച്ചും ഒക്കെ കുട്ടികളെ നല്ല പേരുകൾ, ഓമനത്തുള്ള പേരുകൾ വിളിക്കും. എന്നാൽ നാസി പട്ടാളക്കാരുടെ കയ്യിൽ കിട്ടിയപ്പോൾ പേരല്ല വിളിക്കണേ, അവൾക്ക് നമ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്പറാ വിളിക്കണേ. അപ്പൊ പുള്ളിക്കാരി പറയാണ്, എത്രയോ ഓമനയായിട്ടാണ് എന്നെ വീട്ടിൽ വളർത്തി. ഇപ്പതാ പോലീസുകാരുടെ പിടിയിൽപ്പെട്ടപ്പോൾ എനിക്ക് നമ്പർ ഓരോ നമ്പറുകൾ കൊടുത്തേക്കാ. അങ്ങനെ പട്ടിണിക്ക് ഇട്ടും ഗ്യാസ് ചേമ്പറിലിട്ടും പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തും ഒക്കെ പീഡിപ്പിച്ചും കൊല്ലുന്ന കിരാതന്മാരുടെ കയ്യിൽപ്പെട്ടിട്ടും കർത്താവിനുള്ള വിശ്വാസം മുറുകെ പിടിക്കുകയും യഹൂദന്മാരെ തങ്ങളുടെ വീട്ടിൽ അവര് പ്രൊട്ടക്ട് ചെയ്യാൻ കിട്ടിയ ശിക്ഷയാണ് അതൊക്കെ. അപ്പോ അവർക്ക് അന്ന് ലോകജ്ഞാനമാണ് അവർക്കുള്ളതെങ്കിൽ ഇതുപോലെ അടിയും ഉപദ്രവവും, ഭക്ഷണം കിട്ടാതെ ഇങ്ങനെ അടച്ചിട്ട മുറിയിലൊക്കെ ശ്വാസം കിട്ടാതൊക്കെ കഴിയുമ്പോൾ അവരിട്ടിട്ട് പോകും. എന്തിടാതെ പോണേന്ന് അറിയുമോ? അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവിക ശക്തിയിൽ ബലപ്പെട്ടേക്കാണ്, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ബലപ്പെട്ടേക്കാണ്. ലോകത്തിന്റെ ജ്ഞാനം കൊണ്ടാണ് നമ്മുടെ ജീവിതം കെട്ടിപ്പൊക്കുന്നതെങ്കിൽ, യാതൊരു പ്രയോജനമില്ല. എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ള ക്രൈസിസ് വരുമ്പോ ഇടിച്ചു പൊളിഞ്ഞെല്ലാം തകർന്നു വീഴും, കൊളാപ്സായിപ്പോ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ദൈവിക ശക്തിയാണ്. ദൈവിക ശക്തി ആയിരിക്കണം. ഞാനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവിക ശക്തിയിലായിരിക്കണം. ഇതും അതാണ്, ലോകത്തിന്റെ ജ്ഞാനത്തിലല്ല നമ്മൾ വളരണ്ടേ.
ഒരു കഥയില്ല. അവർക്ക് എന്ത് പറ്റുന്നു? ലോകത്തിന്റെ ജ്ഞാനം കിട്ടിയ ആളുകൾക്ക് എന്ത് പറ്റുന്നു? അത് മാത്രം കിട്ടി. ലോകത്തിന്റെ ജ്ഞാനം കിട്ടിയത് കൊണ്ട് ഒരാൾ തെറ്റിപ്പോണമെന്നില്ല. ലോകത്തിന്റെ ജ്ഞാനം മാത്രം ശ്രദ്ധിച്ച ആളുകൾക്ക് ദൈവിക ജ്ഞാനത്തെ കുറിച്ച് ഒരു പിടിപാടുമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു സംഭവമാണ്. എറണാകുളം ഭാഗത്തൊരു ധ്യാനത്തിന് ക്ലാസ് എടുക്കാൻ പോയതാ. ഒരു ബ്രദർ നടത്തുന്ന ധ്യാനം. അപ്പൊ എന്നെയും ഒരു ക്ലാസ് എടുക്കാൻ വിളിക്കും പരിശുദ്ധാത്മാവിനെ പറ്റി. ആ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഊട്ടുശാലയ്ക്ക് പോകുമ്പോൾ നമ്മുടെ കല്ലൂര് റിന്യൂവൽ സെന്ററിലാണ് ഒരു ബാങ്ക് മാനേജർ ആയിട്ടുള്ള സാറും അദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ അടുക്കൽ വന്നു. അദ്ദേഹത്തിന്റെ കൈ കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു, നന്ദു ബ്രദറെ, പണമാണ് ഏറ്റവും വലുതെന്ന് കരുതി അതുകൊണ്ട് ആത്മീയമായി ഒന്നും നേടാൻ കഴിഞ്ഞില്ല. ഇപ്പൊ റിട്ടയർമെന്റ് പീരീഡിലാണ്. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, എന്റെ മനസ്സിൽ നിന്ന് അത് പോണില്ല. പണമാണ് ഏറ്റവും വലുതെന്ന് കരുതി അതുകൊണ്ട് ആത്മീയമായി ഒന്നും നേടാൻ കഴിഞ്ഞില്ല. ഞാൻ ആ സാറിനോട് പറഞ്ഞു, സാറേ പ്രയാസപ്പെടണ്ട, ഇനിയെങ്കിലും ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ മതി. ഇനിയും ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ മതി. ഈ റിട്ടയർമെന്റ് കാലഘട്ടത്തിൽ ഇനിയും നിങ്ങൾക്ക് ആയുസ്സുണ്ടല്ലോ, ദൈവം അനുവദിച്ചാൽ ഇനിയും ആത്മീയമായി വളരാൻ കഴിയും. പക്ഷെ അദ്ദേഹത്തിന്റെ പശ്ചാത്താപം നോക്കി, എന്റെ നല്ല പ്രായത്തിൽ മുഴുവൻ പണത്തിന് പുറകെ പരക്കമാണ്. ഇപ്പോഴും മനസ്സിലായേ, ഞാൻ ദരിദ്രനാണെന്ന് മനസ്സിലായി. അദ്ദേഹം സമ്പൂർണ്ണ ദരിദ്രനാണ്. അദ്ദേഹത്തിന് ആത്മീയമായ സമ്പത്തൊന്നുമില്ല എന്ന് മനസ്സിലായി. അപ്പൊ ആത്മീയമായ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് പ്രിയപ്പെട്ടവരെ? യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചു, നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് കാൽവരിയിൽ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇവനാണ് എന്റെ രക്ഷകൻ. ഈ കൺവിക്ഷൻ ഇത് ആഴപ്പെട്ടിട്ടുണ്ടോ? ആ യേശുവുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ ഉറപ്പിച്ചോ, നിനക്ക് ദൈവത്തിന്റെ ജ്ഞാനം കിട്ടിയതാണ്. അതാണ് ദൈവിക ജ്ഞാനത്തിന്റെ എന്താണ് പറയാ, ഏറ്റവും കോറായിട്ടുള്ള ഭാഗമാണത്. സോളിഡ് ആയിട്ടുള്ള കാര്യമാണത്. അല്ലെങ്കിൽ ആ ക്രീമി ആയിട്ടുള്ള ഭാഗം നമുക്ക് കിട്ടിയെന്ന് പറയാം. അത് കിട്ടിയിട്ടില്ലെങ്കിലോ അവിടെയാണ് നമ്മൾ അപകടപ്പെടുന്നത്. അവിടെയാണ് നമ്മളുടെ ആത്മീയ ഗുരുക്കന്മാരെന്ന് പറയുന്ന പല ആളുകൾ വഴിതെറ്റിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട കാര്യം പറയാതെ ക്രിസ്തു മുഖേനയുള്ള ക്രൂശുമരണം മുഖേനയുള്ള ആത്മരക്ഷയെ കുറിച്ച് പ്രസംഗിക്കാതെ 7 ദിവസം ഇന്ന കാര്യം ചെയ്യേ, 10 ദിവസം മറ്റേ കാര്യം ചെയ്യേ, 8 ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേ, 33 പ്രാവശ്യം മറ്റേത് ചൊല്ല്, ഇങ്ങനെ ആളുകളെ തെറ്റായ ആശയങ്ങൾ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവരൊരിക്കലും രക്ഷകനെ കാണില്ല. മാത്രമല്ല, അവരിങ്ങനെ ഒരു ആത്മീയതയുടെ ഒരു ഓളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കടലിന്റെ മുകൾ പരപ്പിൽ കാറ്റടിക്കുമ്പോൾ ചെറിയ ചെറിയ ഓളങ്ങൾ, റിപ്പിൾസ് ഉണ്ടാവും. പക്ഷെ കടലിന്റെ അടിയിൽ ഒരു ചലനം ഉണ്ടാവില്ല. കടലിന്റെ അടിയിൽ എപ്പോഴാണ് ചലനം ഉണ്ടാവുക? സുനാമി ഉണ്ടാവണം, അതിശക്തമായ സുനാമി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ ഭൂകമ്പം ഉണ്ടാവട്ടെ, അവ കടല് ഇളകി മറിയും. ഇതുപോലെ ഉപരിപ്ലവമായിട്ടുള്ള ആ റിപ്പിൾസ് ഉണ്ടായ പോലെ നമുക്ക് അടിയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇളക്കി മറിക്കണം. അത് ഈ വിശ്വാസത്തിന് പറ്റുള്ളൂ. ഏത് വിശ്വാസത്തിന്? 7 ദിവസം ചൊല്ലണ വിശ്വാസമല്ല, 33 ദിവസം ചൊല്ലണ പ്രാർത്ഥനയല്ല. പിന്നെയോ, യേശു എനിക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി, യേശു എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, ആ യേശു എല്ലാമാണ് എൻ്റെ എന്ന ബോധ്യത്തിലേക്ക് വന്ന് ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ട് മാറുമ്പോഴാണ് യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉടമകളായിട്ട് മാറുന്നത്. യഥാർത്ഥ ജ്ഞാനം അവിടെയാണ്. ഇതാണ് നാശോന്മകരായ അധികാരികൾക്ക് മനസ്സിലാകാതിരുന്നത്, ലൗകിക വിജ്ഞാനക്കാർക്ക് മനസ്സിലാകാതിരുന്നത്. അവര് എന്ത് മനസ്സിലാക്കി വെച്ചു? ലോകത്തിന്റെ അറിവാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കി വെച്ചു. എന്നാൽ എളിയവരായ കുറച്ച് ആളുകൾക്ക്, ബുദ്ധിമാന്മാരെന്ന് വിവേകെന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. ഞാൻ ഭാവമുള്ള ആളുകൾക്ക് വെളിപ്പെട്ട് കിട്ടൂല. എനിക്കെല്ലാം അറിയാമെന്നിരിക്കുന്ന ആളുകൾക്ക് കിട്ടൂല. അനക്കൽ അച്ഛൻ നല്ലൊരു ഉദാഹരണം പറയാറുണ്ട്. അച്ഛൻ ഈ വടക്ക് ഭാഗത്ത് എവിടെയോ പോയപ്പോ അദ്ദേഹത്തിന് ഒരു നിരീശ്വരവാദിയെ കണ്ടുമുട്ടി. നിരീശ്വരവാദി അദ്ദേഹത്തോട് സംസാരിച്ചു, അച്ഛനോട് സംസാരിച്ചു. നിരീശ്വരവാദിയുടെ ചോദ്യത്തിനൊന്നും അച്ഛന് മറുപടി പറയണ്ടായില്ല. അച്ഛൻ പറയായിരുന്നു അച്ഛന്റെ പ്രസംഗത്തിൽ, ഞാൻ ആളുടെ മുമ്പിൽ തോറ്റുപോയി. പക്ഷെ കുറെ കാലം കഴിഞ്ഞു അച്ഛൻ ഡിവൈൻ്റെ മെയിൻ സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോ ഈ അച്ഛനോട് പണ്ട് വാദിച്ച ആണെന്ന് തോന്നുന്നു അതുപോലെ ഒരാൾ മുൻവശത്ത് വന്നിരിക്കുന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ അച്ഛൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. അദ്ദേഹം അച്ഛന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛോ ഞാൻ തകർന്നു, അച്ഛോ ഞാൻ തകർന്നു തരിപ്പണമായി, ഞാനിപ്പോ ദൈവസന്നിധിയിലേക്ക് വന്നേക്കാം. എന്റെ നിരീശ്വരത്വം എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. കണ്ടോ, ആള് കണ്ടോ? തകർന്ന മനസ്സിന് മാത്രം, തകർന്ന നുറുകിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുമോ? ദൈവം നിരസിക്കില്ല, അല്ലേ? അത് വായിച്ച 51-ാം സങ്കീർത്തനം
ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ഉരുകിയ ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുമോ? 51-ാം സങ്കീർത്തനം അതിന്റെ 17-ാം വാക്യം. 51-ാം സങ്കീർത്തനം 16-ഉം 17-ഉം വായിച്ചോളൂ. 16-ഉം 17-ഉം 804 പേജ് നമ്പർ. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന്റെ സ്വീകാര്യമായ ബലി. ദൈവമേ, ഉരുകിയ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അതെ, അപ്പൊ എഴുതി വെച്ചിരിക്കുന്ന നോക്കൂ, ഉരുകിയ മനസ്സാണ് ദൈവത്തിന്റെ സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അകരാതെ, ഹൃദയം നുറുങ്ങാതെ ഈ രക്ഷകനെ മനസ്സിലാക്കി കിട്ടൂല പ്രിയപ്പെട്ടവരെ. ഉരുകിയ മനസ്സ്. ഇപ്പൊ നിരീശ്വരവാദിക്ക് എന്ത് പറ്റി? ആരോഗ്യം ക്ഷയിച്ചു, എന്തോ മാരകമായ രോഗം പിടിച്ചു, ഇതാ ദൈവസന്നിധിയിൽ വന്നിരിക്കുകയാണ്, തകർന്നു. ഇനിയിപ്പൊ എന്താ കിട്ടുന്ന ആൾക്ക്? യഥാർത്ഥ ജ്ഞാനം. എന്ത്? നിഗൂഢമായ ജ്ഞാനം, രഹസ്യമായത്. എന്താണ് രഹസ്യം? നിഗൂഢമായ ജ്ഞാനം. യേശു ക്രിസ്തു മാനവകുലത്തിന് വേണ്ടി ജനിച്ചു, മരിച്ചു, ഉദ്ധാനം ചെയ്തു. അവൻ നിന്റെ രക്ഷകനാണ്. ഈ തിരിച്ചറിവ് മനുഷ്യൻ തകരാതെ അവന് മനസ്സിലാവില്ല. തകർന്ന് തരിപ്പണാവുമ്പോ മാത്രമേ നോക്കുള്ളൂ അവിടേക്ക്. അപ്പൊ ശരിക്കും ക്രിസ്തുവിന് മനസ്സിലാക്കി കിട്ടും. ഇതിനാണ് ദൈവം തകർച്ചകൾ അനുവദിക്കണം മനുഷ്യൻ. എന്നാലും മനുഷ്യൻ ദൈവസേനയിൽ പോവില്ല എന്ന് വെച്ചാലോ? തകർക്കാണ് പലതരത്തിൽ. സാമ്പത്തികമായി പലരും തകർന്നു. അതുപോലെ തന്നെ ശാരീരിക രോഗങ്ങൾ, പലതരത്തിലുള്ള രോഗങ്ങൾ. പിന്നെന്താണ് പറയാ, മരണം തൊട്ട് മുമ്പിൽ കാണുന്ന രോഗങ്ങൾ വന്നു. ഒരുപക്ഷെ മക്കളുടെ ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളെ ദൈവസനിലേക്ക് ദൈവം അടുപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഞെരുക്കങ്ങളും പ്രതിസന്ധികളും എന്തിനാണ്? ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ നിഗൂഢമായ ദൈവിക ജ്ഞാനം, ഈ രഹസ്യമായിട്ടുള്ള കർത്താവ് ചെയ്ത, കാൽവരിയിൽ ചെയ്ത ഈ രഹസ്യം, അത് നിനക്ക് മനസ്സിലാക്കി തരാം. പക്ഷെ ആളുകൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണേ? ദൈവമേ, തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണമേ, അതിനുവേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവം എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യണേ? ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ. ഞാൻ ധാരാളം മനുഷ്യരെ കണ്ടിട്ടുണ്ട് ഈ പ്രാർത്ഥനയിലേക്ക് വന്നപ്പോ, ധ്യാനങ്ങൾക്ക് വന്നപ്പോ. ഒരു സ്വകാര്യ ജീവിതത്തിൽ ചില കഠിനമായിട്ടുള്ള പരീക്ഷകളിലൂടെ കടക്കേണ്ടി വന്നപ്പോൾ എത്ര ആളുകളാണ് എൻ്റെ അടുത്ത് വന്ന് വാവിട്ട് കരഞ്ഞിരിക്കണമെന്ന് അറിയും. വാവിട്ട് കരയാണ്. മക്കളുടെ ചില പ്രശ്നങ്ങൾ വന്നപ്പോ വാവിട്ട് കരയാണ്. എന്തിനാണ്? ഈ യേശുവിലേക്ക്, ഈ നിഗൂഢമായ ഈ ജ്ഞാനം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാന്. അല്ലാതെ അവരെ തകർത്ത് തരിപ്പണാക്കാനൊന്നും ദൈവത്തിന് താല്പര്യമായിട്ടല്ല. ഇത് ഈ സത്യത്തിലേക്ക്, ദൈവം വെളിപ്പെടുത്തിയ ഈ വലിയ ജ്ഞാനത്തിലേക്ക്, അതിനു വേണ്ടിയിട്ടാണ് ദൈവം വിളിക്കുന്നത്. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ, പഴയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷത്തിൽ പഴയ നിയമത്തിൽ ഒരു സംഭവം എടുത്ത് പറയുന്നത് കാണാം. മത്തായിയുടെ സുവിശേഷത്തിൽ ഞാൻ കാണിക്കാം. 12-ാമത്തെ അധ്യായം ഒന്ന് എടുക്കണേ. അപ്പോ അവിടെ ഒരു കൂട്ടർ വന്ന് യേശുവിനോട് ചോദ്യം ചോദിക്കുക. 38 മുതൽ വായിക്കണം. 38 മുതൽ 40 വരെ വാക്യങ്ങൾ, 40 ഉൾപ്പെടെ, 38, 39, 40. അപ്പോൾ നിയമജ്ഞരിലും പരിസേയരിലും പെട്ട ചിലർ അവനോട് പറഞ്ഞു, ഗുരു, നിന്നിൽ നിന്ന് ഒരു അടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ മറുപടി പറഞ്ഞു, ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും അതിന് നൽകപ്പെടുകയില്ല. യോന 3 രാവും 3 പകലും തിമ്മിങ്കലത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലായിരിക്കും. മതി. അപ്പൊ അവിടെ എന്താ കാണുന്നേ? പഴയ നിയമത്തിലൊരു സംഭവം എടുത്ത് പറയുന്നു, പുതിയ നിയമത്തിലെ മറ്റൊരു സംഭവത്തോട് അതിന് മെർജ് ചെയ്യുന്നു. ഇതാണ് നിഴലും പൊരുളും എന്ന് പറയുന്ന പഠന രീതി, ടൈപ്പോളജി എന്ന് പറയുന്നത്. യേശുവിന്റെ അടുക്കൽ വന്ന് നിയമജ്ഞരും പരീശയരും ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഗുരു, നിന്നിൽ നിന്ന് ഒരു അടയാളം കാണാൻ ആഗ്രഹിക്കുക. എന്താ ഒരു അടയാളം കാണുന്നത്? രക്ഷകരാണോ, യേശു ആണോന്ന്, ഇത് ആരാ, മെഷിയാണോന്ന് ടെസ്റ്റ് ചെയ്യാൻ വരുന്നതാണ് ഒരടയാളം. യേശു എന്താ പറഞ്ഞ? ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. അവർക്ക് ഒരൊറ്റ അടയാളം നൽകപ്പെടുള്ളൂ എന്ന് പറയുന്നത് എന്താ? യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊന്നിനും അതിന് നൽകപ്പെടില്ല. എന്താ യോനയുടെ അടയാളം? യോന 3 രാവും 3 പകലും തിമിംഗലത്തിന്റെ ഉള്ളിൽ കിടന്നതുപോലെ എന്ന് പറഞ്ഞാൽ, നമ്മള് ദിവസവും സമയം മണിക്കൂറൊന്നും കൂട്ടി അത് ശരിയാവണമെന്നില്ല. പക്ഷെ ആ സംഭവം മാത്രം മനസ്സിലാക്കുക.
ഈ യോന എന്ന് പറയുന്ന പ്രവാചകൻ, യോന എന്ന വാക്കിന് പ്രാവ് എന്നാണ് അർത്ഥം. പുള്ളിക്കാരൻ കാക്കയുടെ സ്വഭാവം കാണിച്ചതെന്ന് വേറെ കാര്യം. നിനവയിലേക്ക് പോകാൻ പറഞ്ഞിട്ട് താർശീഷിലേക്ക് പോയി. അവസാനം കപ്പലിൽ പോയപ്പോ പ്രകൃതി എതിരായി, ആളുകളെതിരായി അദ്ദേഹത്തെ പിടിച്ച് കടലിലേക്ക് ഇട്ടു. കടല് ശാന്തായി, കപ്പലും ശാന്തായി. പക്ഷെ തിമിംഗലം അദ്ദേഹത്തെ വിഴുങ്ങി. അങ്ങനെ തിമിംഗലത്തിന്റെ ഉള്ളിൽ 3 രാവും പകലും കിടന്ന പോലെ ആര് മനുഷ്യപുത്രന് 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലായിരിക്കും. അവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ തിമിംഗലത്തിന്റെ ഉള്ളിൽ യോന കിടന്നതുപോലെ ക്രിസ്തു ഭൂമിക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ അവന്റെ കുരിശുമരണവും അടക്കവും പിന്നീട് തിമിംഗലം ഛർദ്ദിച്ചിട്ടതുപോലെ യേശു ക്രിസ്തുവിന് ഭൂമിക്ക് അല്ലെങ്കിൽ പാതാളത്തിന് പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല, പുറത്തു വരുന്നു. ഇത് ആർക്കുള്ള അടയാളാണ്? ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. ഈ അടയാളമല്ലാതെ മറ്റൊന്നും നൽകപ്പെടില്ല. അപ്പൊ ലോകത്തിൽ മുഴുവനും ദുഷിപ്പാണ്. ദുഷിച്ച മനുഷ്യര്, അവിശ്വസ്തമായ മനുഷ്യര്, നമ്മളൊക്കെയാണത്. അവർക്കുള്ള അടയാളമാണ് എന്തെന്ന്? ഈ ക്രിസ്തുവിന്റെ ക്രൂശുമരണം. ഈ അടയാളാണ് ഏറ്റവും വലിയ അടയാളം. ഈ അടയാളത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ ദൈവിക ജ്ഞാനം. ഇത് ദൈവം ഉണ്ടാക്കി വെച്ച ദൈവിക ജ്ഞാനം. ദൈവം മനുഷ്യന് രക്ഷയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തതാണ്. ഈ യോനയുടെ ഈ സംഭവം യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം കൂട്ടിച്ചേർത്ത് ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, ദുഷിച്ച തലമുറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ പാപികളായ മനുഷ്യർക്ക് വേണ്ടി ദൈവം നൽകിയ മഹത്തായ അടയാളമാണ്. ഇതാണ് ഏറ്റവും വലിയ ജ്ഞാനം. ഇതിനെ തിരസ്കരിച്ച് എന്ത് ആത്മീയത തേടാൻ പോണേന്ന് എനിക്ക് മനസ്സിലാവില്ല. ധാരാളം ആളുകൾ ആത്മീയത തേടുന്നത് വേറെ എന്തൊക്കെയാണ് ആത്മീയത തേടുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റൊരിക്കൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ഒരു 2-ാമത്തെ അധ്യായത്തിലേക്ക്, യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലേക്ക്, 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം ദേവാലയ ശുദ്ധീകരണത്തിന്റെ കാര്യമാണ്. പേജ് നമ്പർ 136. അപ്പൊ ദേവാലയത്തിൽ നിന്ന് ഈ പ്രാവുകളെയും ആടുകളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞ് കർത്താവ് ചമ്മട്ടി എടുത്തല്ലോ. ചമ്മട്ടി എടുത്തപ്പോ 17, 18, 19 ആ വാക്യം ഒന്ന് വായിച്ചാൽ 17, 18, 19 2-ന്റെ 17, 18, 19 അവിടുത്തെ ആലയത്തെ കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും. ഇവിടെ എന്താ മതി ഇവിടെ എന്താ കാണുന്നേ നോക്കൂ. ഇവിടെ എന്താ കാണുന്നേ? ഇവിടെ യേശു ചമ്മട്ടി എടുത്ത് ഈ ബിസിനസ്സുകാരെയൊക്കെ പുറത്താക്കി അവിടുന്ന്. പള്ളി കച്ചവട സ്ഥലമാക്കിയേ. ഇത് കച്ചവട സ്ഥലമാക്കിയ സ്ഥലം വിജാതിയർക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്. അവിടെയാണ് കച്ചവടം. എല്ലാവരും കർത്താവ് ആട്ടി പുറത്താക്കി. അപ്പൊ അവന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഇത് ചെയ്താൽ നിനക്ക് എന്നിട്ട് അധികാരമുള്ളേ? അപ്പോ യേശു പറയാണിതെന്ന്. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നുള്ള എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? നിങ്ങൾ അടയാളം കാണിക്കണം. വീണ്ടും അടയാളം ചോദിക്കണേ. യേശു എന്ത് പറഞ്ഞു? നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും. ദേവാലയം, അത് ജെറുസലേം ദേവാലയം മാത്രമല്ല, എന്റെ ഹൃദയമാകുന്ന ദേവാലയം ശുദ്ധീകരിക്കാൻ യേശുവിന് അധികാരമുണ്ടെന്നുള്ളതിന്റെ അടയാളമാണ് എന്ത്? ഈ ദേവാലയം തകർക്ക്, 3 ദിവസത്തിനകം ഞാൻ പുതുക്കി പണിയാം. അവർ വിചാരിച്ചു ജെറുസലേം ദേവാലയമാണ്. അതല്ല യേശു പറഞ്ഞു. പിന്നെയോ തന്റെ ശരീരമാകുന്ന ആലയം, താൻ തന്നെ ആലയമാണ്. അതിനെ തകർത്തു നോക്കൂ, 3 ദിവസത്തിനകം അതിനെ പുനരുദ്ധരിക്കും. യേശുവിന്റെ ക്രൂശുമരണം ഉയർപ്പാ പറയുന്നത്. അവിടെ നേരത്തെ പറഞ്ഞെടുത്ത യോന പ്രവാചകന്റെ സംഭവത്തിലും യേശുവിന്റെ കുരിശുമരണം ഉയർപ്പാണ്. ഇവിടെയും അത് തന്നെയല്ലേ പറയുന്നത്. നിങ്ങൾ എവിടെയും സൂക്ഷിച്ച് പരിശോധിച്ചോ, അവിടെയൊക്കെ പറയുന്നത് ഈ നിഗൂഢമായ ജ്ഞാനമാണ് ക്രിസ്തുവിന്റെ ക്രൂശുമരണം. അതിലുള്ള വിശ്വാസമാണ് മനുഷ്യൻ രക്ഷിക്കുന്നത്. അതിലുള്ള ആശ്രയത്വമാണ് മനുഷ്യൻ രക്ഷിക്കുന്നത്. ഇതാണ് നമ്മുടെ എല്ലാ പ്രസംഗത്തിലും വേണ്ടത്. നമ്മുടെ ഞായറാഴ്ച കുർബാനയിലുള്ള പ്രസംഗത്തിൽ എന്ത് വരണം? യേശുവിന്റെ കുരിശുമരണം വഴിയുള്ള രക്ഷ. കാറ്റഗിസം പഠിപ്പിക്കുന്ന അധ്യാപകർ എന്ത് ചെയ്യണം? എല്ലാ ക്ലാസ്സിലും യേശുവിന്റെ ജനന മരണ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസമാണ് നമ്മൾ രക്ഷിക്കുന്നത്. നമ്മുടെ ഇടവപ്പള്ളിയിലുള്ള പ്രാർത്ഥന ഗ്രൂപ്പിൽ, ഉപവാസ കൂട്ടായ്മയിൽ ഇത് വരണം. ഇതാണ് കേന്ദ്ര വിഷയം. യേശുവിന്റെ ജനന മരണ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസം, അതാണ് പ്രൊജക്ട് ചെയ്യേണ്ടത്. അത് പ്രൊജക്ട് ചെയ്യാത്ത എല്ലാ പ്രസംഗങ്ങളും
സുവിശേഷ പ്രസംഗം എന്ന് പറയാൻ പറ്റില്ല. അല്ല കഥാപ്രസംഗം എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രസംഗം എന്നൊക്കെ പറയാം. ഇതാണ് ഇതിൽ നിഴലിച്ച് അല്ലെങ്കിൽ മുഴച്ചു നിൽക്കേണ്ടത്. ഇത് ഒഴിവാക്കിയാൽ അതിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും വരുന്നില്ല. അപ്പോ കർത്താവ് ഈ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ അതിന്റെ നിഴലുകളായി ഒക്കെ പറയുന്നത് ക്രൂശുമരണമാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ അവര് ചെങ്കടൽ വിഭജിച്ചു. പുറപ്പാട് 14 ചെങ്കടൽ വിഭജിക്കുന്നത്. കുറച്ചങ്ങോട്ട് ചെന്നപ്പോ എന്ത് പറ്റിയോ എന്നെടുത്ത് പുറപ്പാട് 14 സമയമായോന്തോ ഞാൻ വാച്ച് അടുത്ത് വെച്ചില്ല. എത്ര മിനിറ്റ് ഉണ്ട് എന്നൊന്ന് സൂചിപ്പിക്കണേ. സമയായോ? 5 മിനിറ്റ് കൂടി ഉണ്ട്. ഓക്കെ. പുറപ്പാട് 15-ന്റെ 22 വാക്യം ഒന്ന് വായിച്ചാൽ. പുറപ്പാട് 15-ന്റെ 22 മുതൽ മാറായിലെ ജലം വായിച്ച്. മോശ ഇസ്രായേൽക്കാരെ എന്ന് തുടങ്ങി. മോശ ഇസ്രായേൽക്കാരെ ചെങ്കടലിൽ നിന്ന് മുൻപോട്ട് നയിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു. മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല. അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന് പേര് നൽകപ്പെട്ടു. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു, ഞങ്ങൾ എന്തു കുടിക്കും? അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവനൊരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. അവിടെ വെച്ച് അവിടുന്ന് അവർക്കൊരു നിയമം നൽകി. അവിടുന്ന് അവരെ പരീക്ഷിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അതിനുശേഷം അവർ എലി ദേശത്ത് വന്നു. അവിടെ 12 നീരുറവുകളും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. അവിടെ ജലാശയത്തിന് സമീപം അവർ പാളയമടിച്ചു. ഇസ്രായേൽ ജനം കനാദേശത്തേക്ക് പോയി. അവർക്ക് പുറപ്പാട് 14 ചെങ്കടൽ വിഭജിച്ച അനുഭവം ഉണ്ടായി. മനോഹര അനുഭവം. ചെങ്കടലൊക്കെ ഉപയോഗിച്ച് കുറച്ചങ്ങോട്ട് കഴിഞ്ഞു. മിരിയാമ പാട്ടൊക്കെ പാടി സൂപ്പറായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ കുടിക്കാൻ വെള്ളമില്ലാണ്ടായി. പിന്നെ വെറുപ്പായി. കുടിക്കാൻ വെള്ളമുണ്ട്, പക്ഷെ കയ്പുള്ള വെള്ളം. എല്ലാവരും പരാതി പറഞ്ഞപ്പോ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അവൻ 25-ാം വാക്യം, അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവന് തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. തടിക്കഷ്ണം അല്ല, ഒരു മരം കാണിച്ചു കൊടുത്തു. ഒരു പച്ച മരം കാണിച്ചു കൊടുത്തു. ആ മരം വെട്ടി ഈ വെള്ളത്തിലേക്ക് ഇട്ടു, കയ്പുള്ള വെള്ളത്തിലേക്ക്. എന്ത് പറ്റി? ആ മരം സ്പോഞ്ച് പോലെ ആ കയ്പ് മുഴുവൻ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. എന്നിട്ടോ ഈ മരത്തിൽ നിന്ന് എന്തോ അങ്ങോട്ട് കലർന്നു, വെള്ളം മധുരമുള്ളതായി തീർന്നു. വെട്ടപ്പെട്ട മരം ആരാണ്? ക്രിസ്തുവാണ്. അത് വെറുതെ ഒരു മരമല്ല, ഉണങ്ങിയ തടിയല്ല ഇട്ടെ, വെട്ടപ്പെട്ട മരം. കാരണം എന്താ? പുതിയ നിയമത്തിൽ എന്താണ് പറയുന്നത്? പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കുന്ന യേശു പറഞ്ഞത്. അപ്പൊ യേശു തന്നെ പച്ചമരത്തോടാണ് തന്നെ താരതമ്യപ്പെടുത്തിയത്. പച്ചമരമായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ പാപത്തിലേക്ക്, കയ്പിലേക്ക് വിളിക്കുമ്പോൾ അവൻ നമ്മുടെ കയ്പെല്ലാം വലിച്ചെടുക്കുന്നു. മാത്രമല്ല, നമ്മുടെ ജീവിതം മധുരമാക്കി തീർക്കും. ഈ പഴയ നിയമത്തിൽ എഴുതി വെച്ചത് എന്താണ്? യേശുവിന്റെ ക്രൂശിലെ യാഗമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിറഞ്ഞിരിക്കുന്ന സന്ദേശം യേശുവിന്റെ ക്രൂശ് മരണമാണ് കേന്ദ്ര വിഷയം. ഇതാണ് ദൈവം മറച്ചു വെച്ച ദൈവിക ജ്ഞാനം. മനസ്സിലായോ? ഈ ദൈവിക ജ്ഞാനം ആര് വിശ്വാസപൂർവ്വം ഉൾക്കൊള്ളുന്നു അവന്റെ ജീവിതമാണ് അനുഗ്രഹിക്കപ്പെടാം. ഇത് മാറ്റിവെച്ച് പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി ഇത് മാറ്റിവെച്ചിട്ട് ബാക്കിയെല്ലാം പഠിക്കും കേട്ടോ. ബാക്കിയെല്ലാം പഠിക്കും, എല്ലാ രാജ്യങ്ങളിലെത്തും, നല്ല പണം ഉണ്ടാക്കും. പക്ഷെ ഇത് മാത്രം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടുത്തി എന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒന്ന് കൊരിന്ത്യർ 2 നിന്നും യാക്കോബിന്റെ ലേഖനം 3:13 മുതലുള്ള വാക്യങ്ങളിൽ നിന്നും കാണിച്ചു. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ദൈവം പ്രചോദിപ്പിച്ചനുസരിച്ച് പറഞ്ഞപ്പോ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഇതാണ്: ഏറ്റവും വലിയ ജ്ഞാനം യേശുവിന്റെ ക്രൂശിലെ യാഗം, അതിലുള്ള വിശ്വാസവും ആശ്രയത്വമാണ് നമ്മൾ രക്ഷിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ജ്ഞാനം. ദൈവം രഹസ്യമായി വെച്ച, നിഗൂഢമായി വെച്ച ദൈവിക ജ്ഞാനം അതാണ്. അതിന് പുറത്തുള്ള എല്ലാ ലൗകികമായിട്ടുള്ള അറിവുകളും നമുക്ക് ഉപകാരമുള്ളതാണെങ്കിലും അതിൽ ആ ലൗകികമായ അറിവുകളിൽ പിശാച് അവന്റെ അറിവും കൂടി കലർത്തി കഴിഞ്ഞാൽ അത് പൈശാചികതയായി. മനുഷ്യനെ ഉപദ്രവിക്കുന്നത്, മനുഷ്യ സമൂഹത്തിന് നാശമുണ്ടാക്കുന്നത്, കുടുംബത്തിന് നാശമുണ്ടാക്കുന്നത്,
എന്ന് വേണ്ട ആ സമൂഹത്തിനൊക്കെ നാശം ഉണ്ടാക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. തെറ്റായ അറിവ്, ഇതൊക്കെ നമുക്ക് തിരസ്കരിക്കാം. യഥാർത്ഥ ദൈവിക ജ്ഞാനം നമുക്ക് ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിന് നന്ദി പറയുന്നു. യഥാർത്ഥ ദൈവിക ജ്ഞാനം യേശുവിന്റെ ജനന മരണ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസവും ആശ്രയത്വവുമാണ് നിങ്ങൾ മനസ്സിലാക്കി. ബുദ്ധിമാന്മാർന്ന് വിവേകളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങൾക്കിത് മനസ്സിലാക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതം കർത്താവിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ.